ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ സ്നേഹം വിളഞ്ഞ വയലേലകൾ. മുകുന്ദൻ മാസ്റ്റർക്ക് മരണവാറണ്ട്. വധശിക്ഷ നടപ്പാക്കുന്ന തീയതിയും സമയവും കാണിച്ച് മാസ്റ്റർ ഹരിഹരന് കത്തെഴുതി. ഹരിഹരൻ ഒട്ടും വൈകാതെ മാസ്റ്ററെ കാണാനെത്തി. ഹരിഹരൻ പ്രതീക്ഷിച്ചതുപോലെ പേടിയോ ദുഃഖമോ ചകിതഭാവമോ ഒന്നും ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല. ഒരുതരം മരവിപ്പ് മാത്രം. എൻ്റെ ദിവസവും വിനാഴികയും കുറിച്ചു കിട്ടി. ഖേദം തെല്ലുമില്ലാതെ മരവിച്ച സ്വരത്തിൽ മാസ്റ്റർ പറഞ്ഞു, ഞാനിത് എത്രയോ നാൾ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. വളരെ വൈകിപ്പോയെന്ന അമർഷം മാത്രമേയുള്ളൂ. ഹരിക്കും അതിലൊരു ചെറിയ പങ്കുണ്ട്. സാരമില്ല, സ്നേഹം കൊണ്ടല്ലേ. എനിക്ക് ഹരിയെ കാണണമെന്ന് ഒരാഗ്രഹം തോന്നി. അതിന് കാരണമുണ്ട്. എന്താ മാസ്റ്റർ? മുകുന്ദൻ മാസ്റ്റർ തെല്ലുനേരം ചിന്താമഗ്നനായി നിന്നു. ഒരുപാട് പറയാനുണ്ടായിരുന്നെന്ന കത്തയച്ചപ്പോൾ തോന്നിയത്. എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നു. നന്ദിനിയുടെ കാര്യം ഓർത്തിട്ട് ഒരു വിഷമം. അവൾക്ക് ആരുമില്ലല്ലോ. ഹരിക്ക് കഴിയുമെങ്കിൽ ഒരു ഉപാധി ഉണ്ടാക്കി കൊടുക്കണം. എന്തെങ്കിലും ഒരു പണിയോ മറ്റോ, വീട്ടുജോലിയോ നഴ്സറി സ്കൂളിൽ കുട്ടികളെ നോക്കുന്ന പണിയോ എന്തായാലും മതി. അതിൽ കൂടുതൽ ഞാനും മോളും ഹരിയെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. എന്നെക്കൊണ്ട് കഴിവതും ഞാൻ ചെയ്യാം. ലേഖയുടെ കാര്യം സാരമില്ല. തനിക്ക് താൻ പോന്നവളാ. അവൾ തന്നെത്താൻ സ്വന്തം വഴി കണ്ടെത്തിക്കൊള്ളും. പിന്നെ കൊച്ചുമോൻ, അവനൊരാണല്ലേ. എവിടെ പോയാലും എങ്ങനെയെങ്കിലും ജീവിച്ചോളും. ഹരിഹരൻ തലയാട്ടി കേട്ടുനിന്നു. പിന്നെ എൻ്റെ ദിവസം തീരുമാനിച്ചൊന്ന് മക്കളെ അറിയിക്കണം. ചാവുന്നതിന് മുൻപ് എന്നെ കാണാൻ ആർക്കെങ്കിലും ആശയുണ്ടെങ്കിൽ വന്ന് കാണട്ടെ. മരിക്കുന്നതിന് മുൻപ് കാണാനൊത്തില്ലല്ലോ എന്നൊരു വിഷമം കുട്ടികൾക്കുണ്ടാകരുത്. ഹരിഹരൻ മൂളി. സർക്കാർ ചെലവിൽ വേണമെങ്കിൽ എനിക്കവരെ ഇവിടെ വരുത്തി കാണാം. കഴിമരത്തിൽ കയറുന്നതിന് മുൻപ് അവസാന ആഗ്രഹം ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. എനിക്കെൻ്റെ മക്കളെ കാണണമെന്ന്. വേണ്ട, എനിക്ക് ആരെയും കാണണമെന്നില്ല. മാസ്റ്റർ പറഞ്ഞു നിർത്തി. അല്പസമയം മൂകനായി നിന്നു. ഇനി എനിക്കൊന്നും പറയാനില്ല ഹരിക്കുട്ട. നിന്നോട് ഞാൻ യാത്ര ചോദിക്കുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ലല്ലോ. നീ എന്നെ ഒരുപാട് സഹായിച്ചു. ഗുരുദക്ഷിണയായിട്ട് എൻ്റെ ജീവൻ തിരികെ പിടിച്ചു തരാനും ശ്രമിച്ചു. ഇനി ആരെയും ഞാൻ വിഷമിപ്പിക്കുന്നില്ല. എൻ്റെ ശവദാഹത്തിന് പോലും ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല. കണ്ണുകൾ നേത്രബാങ്കിനും ശരീരം മെഡിക്കൽ കോളേജിനും ദാനം ചെയ്യുകയാണെന്ന് ഞാൻ എഴുതിക്കൊടുത്തു കഴിഞ്ഞു. ഇനി യാത്ര, യാത്ര. തിരിച്ചു പോരുമ്പോഴും ഹരിഹരൻ്റെ മനസ്സിൽ ആ തകർന്നടിഞ്ഞ ശബ്ദം പ്രതിധ്വനിച്ചു. അടുത്ത ദിവസം തന്നെ ഹരിഹരൻ വാസവൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. കഴിഞ്ഞ തവണ അവിടെ പോയപ്പോഴുണ്ടായ അനുഭവം മറന്നിട്ടില്ല. എന്നാലും പോകാതിരിക്കാനാവില്ല. പോകാൻ അവകാശം പോലും ഉണ്ടെന്ന് തോന്നി. അല്ലെങ്കിലും മാസ്റ്റർ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് മാസ്റ്ററുടെ അന്ത്യാഭിലാഷമാണ്. അത് നിറവേറ്റണം. പാലം കടന്ന് കലിങ്കിനടുത്തെത്തിയപ്പോൾ സാധാരണ കാണാറുള്ള ആളുകളെ ഇത്തവണയും കണ്ടു. കലിങ്കിൽ കുറേ പേരുണ്ട്. കടകളിലുമുണ്ട്. ഹരിഹരൻ ബൈക്ക് റോഡരികിൽ വെച്ചിട്ട് വാസവൻ്റെ വീട്ടിലേക്ക് പോയി. വാസവൻ വീട്ടിലുണ്ടാവില്ലേ എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കയറി ചെന്നപ്പോൾ അയാൾ വരാന്തയിൽ തന്നെയുണ്ട്. വാസവൻ ഹരിഹരനെ കണ്ട് ആദ്യമൊന്ന് അമ്പരന്നു. പിന്നെ കൈലി മടക്കി കുത്തി മുറ്റത്തേക്കിറങ്ങി. എന്താടാ കാര്യം? ഞാൻ മുകുന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ട് വന്നതാണ്. മുകുന്ദൻ പറഞ്ഞെങ്കിൽ മുകുന്ദൻ്റെ വീട്ടിൽ പോയിക്കൊള്ളണം. എൻ്റെ വീട്ടിൽ വരരുത്. മുകുന്ദൻ്റെ ഭാര്യയും മക്കളും നിങ്ങളുടെ വീട്ടിലല്ലേ ഉള്ളത്? ഭാര്യയും മക്കളും. അവരോട് പറയാൻ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. എടാ, റോഡിൽ വെച്ച് തടഞ്ഞാൽ നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അല്ലേടാ. പക്ഷേ വീട്ടിൽ കയറി വന്ന് പോക്കൃത്തരം കാണിച്ചാലുണ്ടല്ലോ, ജീവനോടെ നീ തിരിച്ചു പോവുകയല്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറുന്നില്ല. മാസ്റ്ററുടെ മക്കളെ ഇങ്ങോട്ട് വിളിക്ക്. കാര്യം പറഞ്ഞിട്ട് പോയിക്കൊള്ളാം. എൻ്റെ വീട്ടിലാരോടും നീ ഒരു കാര്യവും പറയണ്ട. പറഞ്ഞിട്ടേ പോകൂ. അതിനാണ് ഞാൻ വന്നത്. എന്നാൽ അതൊന്ന് കാണട്ടെ. ഹരിഹരൻ മുന്നോട്ട് നീങ്ങിയതും വാസവൻ അടിക്കാൻ കൈയൊങ്ങി. ഹരിഹരൻ അയാളുടെ കൈക്ക് പിടിച്ച് ബലം പ്രയോഗിച്ച് അത് താഴ്ത്തി. വാസവൻ്റെ കൈ ഞെരിഞ്ഞു. ലഹളയുണ്ടാക്കാൻ വന്നതല്ല ഞാൻ. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മാസ്റ്റർക്ക് മക്കളോട് പറയാനുള്ളത് അറിയിക്കാൻ വന്നതാണ്. 2-3 മിനിറ്റ് ഞാൻ അവരുമായി സംസാരിക്കും. അതിന് ഒരടി കലശൽ അത്യാവശ്യമാണെങ്കിൽ അതിന് ഞാൻ തയ്യാർ. വാസവൻ ഒരക്ഷരം മിണ്ടിയില്ല. കൈ കുടഞ്ഞു വിടുവിച്ച് അയാൾ ഇറങ്ങിപ്പോയി. ചെറിയമ്മയും നന്ദിനിയും കൊച്ചുമോനും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. ഹരിഹരനെ കണ്ടപ്പോൾ നന്ദിനിയുടെ മുഖം പ്രഫുല്ലമായി. അവളെ കണ്ടപ്പോൾ ഹരിഹരന് മനസ്സിലായി ഹൃദയത്തിൻ്റെ വിശപ്പ് എത്ര കഠിനമായിരുന്നെന്ന്. നന്ദിനി അയാളെ കയറിയിരിക്കാൻ ക്ഷണിച്ചു. വാസവൻ്റെ വീടല്ലേ, ഞാൻ കയറുന്നില്ല. ലേഖ എവിടെ? അവൾ നഴ്സിങ്ങിന് പോയി. ചെറിയമ്മ പറഞ്ഞു. എവിടെ? നന്ദിനി സ്ഥലം അറിയിച്ചു. വാസവൻ സമ്മതിച്ചോ? അവൾ സമ്മതിപ്പിച്ചു. ഞാൻ വന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാണ്. മാസ്റ്റർക്ക് മരണ വാറണ്ടായി.
നന്ദിനിയുടെ മുഖത്ത് നടുക്കം ദൃശ്യമായി. എന്നാ? ചെറിയമ്മ ഉദ്വേഗത്തോടെ ചോദിച്ചു. മറ്റന്നാൾ കാലത്ത് 6 മണിക്ക്. ആർക്കെങ്കിലും അവസാനമായി കാണണമെന്നുണ്ടോ എന്നറിയാൻ വന്നതാണ് ഞാൻ. നന്ദിനി കരയാൻ തുടങ്ങി. കൊച്ചുമോൻ അന്താളിച്ച് നിൽക്കുകയാണ്. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാലൻ വിടുമോ? വിട്ടാലും ഞാനെങ്ങനെ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും? വേണ്ട. ചെറിയമ്മ വെങ്ങിപ്പൊട്ടി. എനിക്ക് കാണണം. നന്ദിനി കണ്ണീർ തുടച്ചുകൊണ്ട് തേങ്ങി. എങ്ങനെ പോകും? അയാൾ സമ്മതിക്കണ്ടേ? ചെറിയമ്മ നെറ്റിച്ചുളിച്ചു. എനിക്കെൻ്റെ അച്ഛനെ കാണാൻ അവകാശമില്ലേ? ഞാൻ പോകും. ഇനി ഒരിക്കലും കാണാനൊക്കില്ലല്ലോ. വിടില്ല കുഞ്ഞേ. ഞാൻ പോകും. ഞാനും. കൊച്ചുമോനും പോകാൻ സന്നദ്ധനായി. ചോദിക്കാണ്ട് പോയാൽ തിരിച്ചു വരുമ്പോഴത്തെ അനുഭവം അതും കൂടി ആലോചിച്ചിട്ട് മതി. കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ലായിരിക്കും. അതിൽ കൂടുതലില്ലല്ലോ. മറ്റന്നാൾ മരണം തീർച്ചയായ എൻ്റെ അച്ഛനെ കാണാനായിട്ട് അതിലപ്പുറവും സഹിക്കാൻ ഞാൻ ഒരുക്കമാ. നന്ദിനി മുറിയിൽ പോയി വേഷം മാറി. കൊച്ചുമോനും തയ്യാറായി ഇറങ്ങി. ഹരിഹരൻ്റെ കൂടെ വേണം പോകാൻ. വേറെ ആരും കൊണ്ടുപോകാനില്ല. ടൗൺ വരെ ബൈക്കിൽ പോയിട്ട് അവിടെ നിന്ന് 2 പേരെയും ബസ്സിൽ കയറ്റി വിട്ട ശേഷം ബൈക്കുമായി പോകാമെന്ന് ഹരിഹരൻ തീരുമാനിച്ചു. ചെറിയമ്മയോട് യാത്ര പറഞ്ഞിട്ട് 3 പേരും ഇറങ്ങി. താഴെ റോഡിലെത്തിയപ്പോൾ ബൈക്കിനരികിൽ ആൾക്കൂട്ടം. അവർക്കിടയിൽ വാസവനുമുണ്ട്. നന്ദിനിയുടെയും കൊച്ചുമോൻ്റെയും നെഞ്ചുകാളി. ആശങ്ക തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഹരിഹരൻ ബൈക്കിനടുത്ത് ചെന്നു. പെട്ടെന്ന് ആളുകൾ അയാളെ വളഞ്ഞു. ചിലരുടെ കയ്യിൽ പത്തലും കുറുവടിയും കണ്ടു. വീട്ടുകാരെ അടിച്ചിറക്കിയിട്ട് പെണ്ണുങ്ങളെ ബലമായിട്ട് തട്ടിക്കൊണ്ടുപോകും ഇല്ലേട പട്ടി. ആദ്യത്തെ അടിക്ക് തന്നെ ഹരിഹരൻ വീണു. ഈ നാട്ടിൽ വന്ന് നീ പോക്കൃത്തരം കാണിക്കും അല്ലേടാ? നാട്ടുകാരെ പോലീസിൽ പിടിപ്പിച്ച് അടുപ്പിക്കും അല്ലേടാ? അട്ടഹാസങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങി. പത്തലുകൾ ഉയർന്നു താണു. കൊച്ചുമോനും നന്ദിനിയും ഉറക്കെ നിലവിളിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു സംഘം ആളുകൾക്കെതിരെ ഹരിഹരന് ചെറുത്തു നിൽക്കുക അസാധ്യമായിരുന്നു. പേ പിടിച്ച നായയെപ്പോലെ അയാളെ അവർ റോഡിലിട്ട് തല്ലിച്ചതച്ചു. അയാളുടെ ബൈക്ക് അടിച്ചു തകർത്തു. മതിയാക്കനടാ, ചത്തുകാണും, ഒരാൾ വിളിച്ചു പറഞ്ഞു. ആളുകൾ പതുക്കെ പതുക്കെ പിൻവലിഞ്ഞു. ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്ന നന്ദിനി ഹരിഹരൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഹരിഹരൻ രക്തത്തിൽ മുങ്ങിയ കണക്കെ റോഡുപക്കിൽ കമിഴ്ന്നു കിടക്കുകയാണ്. നന്ദിനി അയാൾക്കരികിൽ തകർന്നു വീണു. കൊച്ചുമോൻ അപ്പോഴും ചകിതനായി ശ്വാസമടക്കിപ്പിടിച്ച് നോക്കി നിന്നു. വാസവൻ വന്ന് നന്ദിനിയെ വലിച്ചെണീൽപ്പിച്ചു. കേരടി വീട്ടിൽ കണ്ടവൻ്റെ കൂടെ തോന്നിയാസത്തിനിറങ്ങിയിരിക്കുന്നു. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ? അയാൾ അവളെ വലിച്ചിഴച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. കൊച്ചുമോൻ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. ആളുകൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അയൽക്കാർ റോഡിൽ കൂട്ടം കൂടി. ഹരിഹരൻ മരിച്ചു കാണുമെന്ന് കരുതി വന്നവർ പിന്മാറി. അവർ കുറേ അകലെ മാറി നിന്ന് രംഗം വീക്ഷിക്കുകയും അടക്കം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അനാഥമായൊരു ശവം പോലെ ഹരിഹരൻ്റെ ശരീരം പാതവക്കിൽ കിടന്നു. അധ്യായം 10. തുടരെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ഹാളിലായിരുന്ന ജയചന്ദ്രൻ നായർ വേഗം ക്യാബിനിൽ വന്ന് റിസീവർ എടുത്തു. ഹലോ, പത്രം ഓഫീസല്ലേ? അതെ, ട്രങ്കോളാണ്, കൊടുക്കാം. റിസീവർ കൈമാറാൻ ചില നിമിഷങ്ങൾ. ഹലോ, നിങ്ങളുടെ പത്രത്തിൽ ഹരിഹരവർമ്മ എന്നൊരാൾ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, ആളിന്ന് ലീവിലാണ്. അത് ഞങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് പറയണ്ട. നിങ്ങളാരാ? എവിടെ നിന്ന് സംസാരിക്കുന്നു? ഇത് പോലീസ് സ്റ്റേഷനാ. ഹെഡ് കോൺസ്റ്റബിൾ ദാമോദരനാണ് സംസാരിക്കുന്നത്. എന്താ പ്രത്യേകിച്ച്? നിങ്ങളുടെ പത്രത്തിലെ ഹരിഹരവർമ്മ ഇവിടുത്തെ ഒരാശുപത്രിയിൽ ചാകാറായി കിടപ്പുണ്ട്. വിവരമറിയിക്കാൻ വിളിച്ചതാ. ഹരിഹരനോ? എവിടെ? എന്തു പറ്റി? ഇവിടുത്തെ നാട്ടുകാർ കൂടി തല്ലിക്കൊല്ലാറാക്കിയതാ. തല്ലിയെന്നോ? എന്താ കാരണം? പെണ്ണുകേസ്. പുറത്തു പറയാൻ കൊള്ളുകേല. ഇവിടെ ഒരു വീട്ടിൽ കയറി ഒരു പെണ്ണിനെ കയറിപ്പിടിച്ച് ബലമായി ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകാൻ നോക്കി. പെണ്ണിൻ്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി തടഞ്ഞു. അപ്പോഴവരെ തല്ലി. അവർ ശരിക്കങ്ങ് പെരുമാറി. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. അത് ഹരിഹരനാകാൻ വഴിയില്ല. പോക്കറ്റിൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന പേരും വിലാസവും ഫോൺ നമ്പറും കിട്ടിയത്. ജയചന്ദ്രൻ നായർ അന്തം വിട്ടിരുന്നു. അത് ഹരിഹരനായിരിക്കുമോ? അയാൾ സ്ഥലം ചോദിച്ചു മനസ്സിലാക്കി. പെട്ടെന്ന് ഹരിഹരൻ പോകാറുള്ള സ്ഥലം ഓർമ്മ വന്നു. കൊലമരം വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ വീടും അവിടുത്തെ ഒരു പെൺകുട്ടിയും. ഓക്കെ, ഞങ്ങൾ ഉടനെത്താം. ആൾക്ക് സീരിയസ് അല്ലല്ലോ? ആണോ? ഇതുവരെ ബോധം വീണിട്ടില്ല. ബാക്കി ഡോക്ടർമാർക്കേ അറിയാവൂ. ജയചന്ദ്രൻ നായർ റിസീവർ വെച്ചു. ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പിന്നെ ഉടൻ കൃഷ്ണനുണ്ണിയെ വിളിപ്പിച്ചു. കൃഷ്ണനുണ്ണി വന്നു. എന്താ സാർ? കൃഷ്ണനുണ്ണി ജയചന്ദ്രൻ്റെ മുഖഭാവം കണ്ട് അമ്പരന്നു. വാ, ഒരു വഴിക്ക് പോകണം. എവിടാ? ഹരിക്കുട്ടന് ഒരാപത്ത് വന്നിരിക്കുന്നു. തെളിച്ചു പറയൂ. അയാൾക്ക് തെക്കം കണ്ട് ഒരു സോഫ്റ്റ് കോർണറില്ലേ, ഒരു നന്ദിനി. അവിടെ ചെന്ന് ഏതാണ്ട് കുഴപ്പമുണ്ടാക്കി.
നാട്ടുകാർ അടിച്ചൊടിച്ച് ആശുപത്രിയിലിട്ടിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പുറത്തേക്ക് നടക്കുന്നതിനിടയിലാണ് ജയചന്ദ്രൻ നായർ ഇത്രയും പറഞ്ഞത്. കൃഷ്ണൻ ഉണ്ണിക്കും വേവലാതിയായി. എങ്ങനെയാ സംഭവിച്ചത്? കൂടുതലൊന്നും അറിയില്ല. രണ്ടുപേരും കാറിൽ കയറി. ജയചന്ദ്രൻ നായർ കാർ സ്റ്റാർട്ടാക്കുന്നതിനിടയിൽ കൃഷ്ണനുണ്ണി ചോദിച്ചു, ഹരിക്കുട്ടൻ്റെ വീട്ടിലറിയിക്കണ്ടേ? വേണം, അങ്ങോട്ടാദ്യം പോകാം. മിനിറ്റുകൾക്കകം അവർ കോവിലകത്തെത്തി. ആദിത്യവർമ്മയും മനോഹരവർമ്മയും ചതുരംഗക്കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഗേറ്റ് കടന്ന് പാഞ്ഞു വന്ന കാർ പോർച്ചിൽ ബ്രേക്കിട്ടു. ജയചന്ദ്രൻ നായരും കൃഷ്ണനുണ്ണിയും ഇറങ്ങി. ആഗതരെ കണ്ട് വർമ്മമാർക്ക് ആശ്ചര്യമായി. ആരാ? എന്താ കാര്യം? ഞങ്ങൾ പത്രമോഫീസിൽ നിന്നും വരികയാ. ഹരി ഇവിടെ ഇല്ലല്ലോ. പത്രത്തിൻ്റെ ഏതാണ്ട് കാര്യത്തിന് ഇന്നലെ പോയതാണല്ലോ. ഹരിക്കുട്ടൻ ഹോസ്പിറ്റലിലാണ്. ഒരു ചെറിയ ആക്സിഡൻറ്റ്. പേടിക്കാനൊന്നുമില്ല. ഹരിക്കുട്ടൻ എന്തു പറ്റി? മനോഹരവർമ്മയുടെ മുഖത്ത് ആദി. പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നമുക്കുടൻ പോകാം. വാർത്ത പെട്ടെന്ന് വീടിൻ്റെ അകത്തളങ്ങളിലേക്കും പടർന്നു. വിമലും സഞ്ജീവും മാത്രമേ വീട്ടിലില്ലാതുള്ളൂ. ഒട്ടും പതറാറില്ലാത്ത അമ്മ പോലും ചകിതിയായി. വിലാസിനിയുടെ മുഖത്ത് ചോരമയമില്ലായിരുന്നു. കൂടെ പോകാനിറങ്ങിയ അമ്മയെ മനോഹരവർമ്മ തടഞ്ഞു. വിലാസിനി കല്യാണിക്കുട്ടിയെയും കൂട്ടി കാറിൽ കയറിക്കഴിഞ്ഞു. അവളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. മനോഹരവർമ്മയും ആദിത്യവർമ്മയും കാറിൽ കയറി. ജയചന്ദ്രൻ നായരുടെ കാർ മുൻപേ പാഞ്ഞു. പുറകെ കോവിലകത്തെ കാറും. മണിക്കൂറുകൾ നീണ്ട യാത്ര. ആശുപത്രി ഏതെന്നോ എവിടെയെന്നോ നിശ്ചയമില്ല. ഒരുവിധം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. ഹരിഹരൻ്റെ റിലേറ്റീവ്സ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർ വാചാലനായി. കുറെ രക്തം പോയിട്ടുണ്ട്. മുറിവുകളേക്കാൾ ദേഹം മുഴുവൻ ചതവുകളാണ്. ശരിക്ക് ചതഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ? ഇനി ഭയപ്പെടാനൊന്നുമില്ല. ബോധം തെളിഞ്ഞു. ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു. അതിനെന്താ, കാണാമല്ലോ. പക്ഷേ ശല്യപ്പെടുത്തരുത്. നല്ല ഉറക്കമാണ്. കുറെ ഉറങ്ങട്ടെ. ഹരിഹരൻ്റെ ബെഡിലേക്ക് നടക്കുന്നതിനിടയിൽ ഡോക്ടർ രക്തം കിട്ടാനുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ചും ഒടുവിൽ വല്ലവിധവും സംഘടിപ്പിച്ചതിനെക്കുറിച്ചും വിവരിച്ചുകൊണ്ടിരുന്നു. അവർ വാർഡിലെത്തി. ഹരിഹരൻ്റെ ദേഹമാസകലം ബാൻഡേജുകളാൽ പൊതിഞ്ഞ് ബെഡിൽ കിടക്കുന്നു. മുഖത്തും നെറ്റിയിലുമെല്ലാം ബാൻഡേജ്. ആളിനെ തിരിച്ചറിയാൻ പോലും വിഷമമായിരുന്നു. ബാൻഡേജിന് പുറമെ കാണാവുന്ന ഭാഗത്തൊക്കെ നീരുവെച്ച് ചീർത്തിരിക്കുന്നു. വിലാസിനി അനുജൻ്റെ അവസ്ഥ കണ്ട് വിങ്ങിക്കരഞ്ഞു. കല്യാണിക്കും കരച്ചിൽ വന്നു. ഏതാനും നിമിഷങ്ങൾ അവരങ്ങനെ നോക്കി നിന്നു. വാ, പുറത്തുപോയി സംസാരിക്കാം, ഡോക്ടർ പറഞ്ഞു. വിലാസിനിയും കല്യാണിയും അവിടെ തന്നെ നിന്നു. മറ്റുള്ളവർ ഡോക്ടറോടൊപ്പം പോയി. ചെറിയ ഒരു ഹോസ്പിറ്റലിലാണത്. ഒരു വില്ലേജ് ആശുപത്രിയുടെ എല്ലാ പരിമിതികളുമുണ്ട്. വൃത്തിയില്ലാത്ത ചുറ്റുപാടുകൾ. ജയചന്ദ്രൻ നായർ പറഞ്ഞു, ഹരിഹരനെ ഡിസ്ചാർജ് ചെയ്താൽ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമായിരുന്നു. ഇവിടെന്താ കുഴപ്പം? ഡോക്ടർ നെറ്റിച്ചുളിച്ചു. ഇതിലും മെച്ചപ്പെട്ട ചികിത്സ എവിടെ കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ വളരെ മെച്ചം തന്നെ ഡോക്ടർ. പക്ഷേ ഞങ്ങൾക്കിവിടെ നിൽക്കാനൊക്കില്ല. അതുകൊണ്ടാണ് ഡിസ്ചാർജ് തരാൻ പറഞ്ഞത്. എനിക്കങ്ങനെ നിങ്ങളുടെ സൗകര്യം നോക്കി ചെയ്യാനൊക്കില്ല. പോലീസാണ് അയാളെ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ പോലീസിനോട് അനുവാദം ആദ്യം വാങ്ങണം. അത് ചെയ്യാം. വിലാസിനിയെ ആശുപത്രിയിൽ നിർത്തിയിട്ട് മറ്റുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. SI സ്റ്റേഷനിൽ തന്നെയുണ്ട്. ഹരിഹരൻ്റെ ബന്ധുക്കളാണെന്നറിഞ്ഞപ്പോൾ അയാൾ അല്പം കയർത്ത് സംസാരിച്ചു. നിങ്ങളെയെല്ലാം കണ്ടിട്ട് മാന്യന്മാരാണെന്ന് തോന്നുന്നല്ലോ. അയാൾ മാത്രം ഇങ്ങനെ തലതിരിഞ്ഞതെങ്ങനെ? സർ, ഞങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ അറിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് സാറൊന്ന് പറഞ്ഞാലും. ജയചന്ദ്രൻ നായർ വിനീതനായി. നിങ്ങളാരാ? ഹരിഹരൻ ജോലി ചെയ്യുന്ന പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരാണ്. ഓഹോ, ഒരു ഫീച്ചറിനുള്ള വകയ്ക്ക് എങ്ങും അന്വേഷിച്ചു പോകേണ്ട. അതിനുള്ള കോപ്പൊക്കെ നിങ്ങളുടെ ലേഖകൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സർ, എന്താ സംഭവിച്ചത്? അയാൾ അവിടെ ഒരു വീട്ടിൽ കയറി ചെന്ന് ഒരു പെണ്ണിനെ പിടിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകാൻ നോക്കി. നാട്ടുകാർ ശരിക്കങ്ങ് പെരുമാറി. എന്നിട്ട് ആരാണ്ട് ഫോൺ വിളിച്ച് ഇവിടെ അറിയിച്ചു, റോഡിലൊരു ശവം കിടക്കുന്നെന്ന്. ഞങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോൾ റോഡരികിൽ ചോരയൊലിപ്പിച്ച് കിടപ്പുണ്ട്. നിർഭാഗ്യത്തിന് ചത്തിട്ടില്ല. വണ്ടിയിൽ വലിച്ചു കയറ്റി ആശുപത്രിയിൽ കൊണ്ടുചെന്നിട്ടു. താങ്ക് യു സർ. കേസൊന്നുമില്ലല്ലോ? കേസുണ്ടായിട്ടെന്താ കാര്യം? തല്ലിയത് 1-2 പേരല്ല, ഡസൻ കണക്കിന്. ആരാന്നും വെച്ചാ പിടികൂടുന്നത്? അപ്പോൾ ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ 1 ഡസൻ ആളെ കൂട്ടിയാൽ മതി. രക്ഷപ്പെടാം അല്ലേ സാർ? പഠിപ്പിക്കുകയാണോ? അല്ല സാർ, പഠിക്കുകയാണ്. 100 മൈൽ അകലെ കിടക്കുന്ന അയാൾക്കെന്താ ഈ നാട്ടിൽ കാര്യം? എല്ലാവരും അവരവരുടെ നാടുകൊണ്ടാണോ ജീവിക്കുന്നത്? സാറിൻ്റെ നാടേതാ? ഞാനൊരു ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണിവിടെ. എന്നാൽ അയാളെയും ഞങ്ങളൊരു ജോലിക്ക് അയച്ചതാണ്. എന്ത് ജോലി? വ്യഭിചാരമോ അതോ പെൺവാണിഭമോ? എന്താ നിങ്ങൾ അയാളെ ഏൽപ്പിച്ച ജോലി? വേശ്യകളുടെ ആ വീട്ടിൽ അയാൾക്കെന്താണ് കാര്യം?
നാട്ടുകാർക്കെല്ലാം ആ വീടിനെക്കുറിച്ച് വെറുപ്പ് മാത്രമേയുള്ളൂ. വ്യഭിചാരികളുടെ താവളമാണതെന്ന് നാട്ടുകാരിൽ ഭൂരിപക്ഷവും പറയുന്നു. ഇയാളത് ആദ്യത്തെ തവണയല്ല അവിടെ പോകുന്നത്. മുൻപൊരിക്കൽ അവിടുത്തെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഹോട്ടൽ മുറിയിൽ ചെന്ന് രാത്രി താമസിച്ചു. അയാളും അവളും അത് സമ്മതിച്ചതാണ്. നാട്ടുകാരനങ്ങിയില്ല. പിന്നെയും പലതവണ ബൈക്കിൽ അയാൾ വന്നു. ഒരിക്കൽ നാട്ടുകാർ അയാളെ തടഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് പോലീസ് സഹായം ആവശ്യപ്പെട്ടു. സത്യാവസ്ഥ അറിയാതെ ഞാൻ അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. തെളിച്ചു പറഞ്ഞാൽ അയാൾ വീടിനകത്ത് കയറി വ്യഭിചരിക്കുമ്പോൾ നാട്ടുകാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ പോലീസ് പുറത്ത് കാവൽ നിൽക്കുന്ന ഏർപ്പാട്. അതുമാത്രമല്ല, അയാൾ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാരിൽ ചിലരെ പിടിച്ച് തല്ലുകയും ചെയ്തു. ഇത്തവണ അയാൾ ചെയ്തതോ വീട്ടുടമയെ അടിച്ചിറക്കിയിട്ട് ബലമായി പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോവാൻ നോക്കുക. നിസ്സാര കാര്യമാണോ? ഞാനും ചെറുപ്പക്കാരനാ. ചന്തമുള്ള പെണ്ണുങ്ങളോട് കാമം തോന്നാറുണ്ട്. എന്നുവെച്ച് ഇമ്മാതിരി വൃത്തികെട്ട പരിപാടികൾക്ക് പോയിട്ടില്ല. നിങ്ങൾ വലിയ തറവാട്ടുകാരെപ്പോലെ ഇരിക്കുന്നല്ലോ. ഇതെന്ത് നാറ്റക്കേസാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിക്കേ. പുറത്തു പറയാൻ കൊള്ളാമോ? പെണ്ണ് പിടിക്കാൻ പോയി തല്ലു വാങ്ങിച്ചെന്ന്. അയാൾക്ക് പെണ്ണുങ്ങൾ എത്ര ഹരമാണെങ്കിൽ ഒതുക്കത്തിൽ കാര്യം സാധിക്കാൻ പറയുക. അതല്ലെങ്കിൽ വല്ല റെഡ് സ്ട്രീറ്റിലും പോകട്ടെ. ഇത് പത്രക്കാർക്കു കൂടി അപമാനമല്ലേ? കഷ്ടം. ജയചന്ദ്രൻ നായർക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. തൊണ്ട വരണ്ടുപോയി. വിളറിയ മുഖം. അയാൾ വർമ്മമാരുടെ നേർക്ക് തിരിഞ്ഞു. അവരുടെ മുഖം കുനിഞ്ഞു പോയിരിക്കുന്നു. കണ്ണുകൾക്ക് പോലും മഞ്ഞളിപ്പ്. ഇതുപോലൊരു അപമാനം അവർക്കിതാദ്യമായിരുന്നു. കുറ്റവാളികളുടെ മുഖം, കുറച്ചിലിൻ്റെ മുഖം. ജയചന്ദ്രൻ നായർക്ക് ഹരിഹരനോട് അമർഷവും വെറുപ്പും തോന്നി. ഒടുവിൽ ജയചന്ദ്രൻ നായർ തന്നെ സംസാരിച്ചു. സർ, ഞങ്ങൾക്ക് ഹരിഹരനെ ഡിസ്ചാർജ് ചെയ്ത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താ ധൃതി? നാട്ടിലാണെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാമല്ലോ. അയാളുടെ മൊഴി എടുത്തിട്ട് വിടാം. ഉടനെ എടുക്കാമല്ലോ. ബോധം തെളിഞ്ഞു. സംസാരിക്കാൻ ഡോക്ടർ അനുവദിച്ചാൽ. അവർ ഹോസ്പിറ്റലിലെത്തി. ആദിത്യവർമ്മ ഡോക്ടറെ രഹസ്യമായി കണ്ട് ഉദാരമായി പെരുമാറി. ഇൻസ്പെക്ടറോടും ഉദാരത കാണിക്കാൻ മറന്നില്ല. ചത്തില്ലെന്ന് കണ്ടപ്പോൾ വണ്ടിക്കകത്ത് വലിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടിടാനുള്ള ഉദാരത കാണിച്ചവനല്ലേ. നടപടിക്രമങ്ങൾ വേഗം കഴിഞ്ഞു. ഹരിഹരനെ ഡിസ്ചാർജ് ചെയ്തു. ജയചന്ദ്രൻ നായരെയും കൃഷ്ണനുണ്ണിയെയും വീട്ടുകാരെയും അരികിൽ കണ്ടപ്പോൾ ഹരിഹരൻ്റെ കണ്ണുകളിൽ ആശ്ചര്യമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് എന്താണിത്? ആദ്യം മുതൽ എല്ലാം ഓർത്തു. അടികൊണ്ടു വീണതും മരിക്കുകയാണെന്ന ഉറച്ച ബോധത്തോടെ കണ്ണുകളടച്ചതും. നന്ദിനി എവിടെ? അയാൾ ഞരങ്ങി. ആദിത്യവർമ്മ പല്ലുകടിച്ചു. ചാകാൻ കിടക്കുമ്പോഴും അവൻ്റെ ചിന്ത ആരെക്കുറിച്ചാണ്? സംസാരിക്കേണ്ട, എല്ലാം പിന്നീട്. കൃഷ്ണനുണ്ണി വിലക്കി. ഞാനെവിടെയാ? നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? എപ്പോഴെത്തി? കുറേ നേരമായി. പോലീസുകാർ നിന്നെ ആശുപത്രിയിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് അറിയിക്കുകയായിരുന്നു. ചത്തില്ലല്ലോ. ഭയങ്കരം. ഹരിഹരൻ പുഞ്ചിരിച്ചു. അറ്റൻഡർമാർ അയാളെ സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ടുവന്ന് കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി. കാറുകൾ നീങ്ങി. നഗരത്തിലെത്തിയ ശേഷം ഹരിഹരനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വിലാസിനി കൂടെ നിന്നു. മറ്റുള്ളവർ മടങ്ങിപ്പോയി. 1 മണിക്കൂറിനകം അമ്മ കാണാനെത്തി. അവർ വന്ന് കണ്ടപ്പോഴേ ഒറ്റക്കരച്ചിൽ. എൻ്റെ ഹരിക്കുട്ട, നിനക്ക് ഇങ്ങനെ വന്നല്ലോ. അമ്മയെ ആശ്വസിപ്പിക്കാൻ അയാൾ ഒരുപാട് പണിപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ വിമലും സഞ്ജീവും വന്നു. മാറി മാറി കിടക്കയ്ക്കരികിൽ ആളുണ്ടായിരുന്നു. ആരും ഹരിഹരനോട് സംസാരിച്ചില്ല. സംസാരിക്കാൻ ഹരിഹരനെ അനുവദിച്ചുമില്ല. പുരുഷന്മാരുടെ മുഖങ്ങൾ കനത്തും ഇരുണ്ടും കാണപ്പെട്ടു. കോപതാപങ്ങളുടെ വേലിയേറ്റം. അമ്മയുടെയും വിലാസിനിയുടെയും മുഖങ്ങൾ എല്ലായ്പ്പോഴും കലങ്ങി നിന്നു. വിലാസിനി ഇടയ്ക്കിടെ മാറി നിന്ന് മൂക്ക് പിഴിയുകയും കണ്ണു തുടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവർക്കെല്ലാം തെറ്റായ വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഹരിഹരൻ ഊഹിച്ചു. അങ്ങോട്ട് വിശദീകരിക്കാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി. ഒരു ദിവസം ചോദ്യവും പറച്ചിലും ഉണ്ടാകുമെന്ന് തീർച്ച. ആ കോളിളക്കത്തിൻ്റെ മുന്നോടിയാണ് ഇപ്പോഴത്തെ കനം പിടിച്ച മൗനം. വരട്ടെ, അപ്പോൾ പറയാം. നന്ദിനിയുടെയും കൊച്ചുമോൻ്റെയും സ്ഥിതി അറിയാഞ്ഞിട്ടാണ് വിഷമമേറെ. റൗഡികൾ അവരെയും തല്ലിച്ചതച്ചുവോ? നന്ദിനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? അതോ പോലീസ് അവളെയും കേസിൽ ഉൾപ്പെടുത്തി അപമാനിച്ചുവോ? വാസവൻ വീട്ടിൽ കയറ്റാതെ ഇറക്കിവിട്ട് കാണുമോ? അതല്ലെങ്കിൽ അവളെ മർദ്ദിച്ചവശയാക്കി കാണുമോ? അതുമല്ലെങ്കിൽ അവൾ നാടുവിട്ട് രക്ഷ തേടി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ? മനസ്സ് നിറയെ നീറ്റുന്ന ആശങ്കകൾ. ഉദ്വേഗം സഹിക്കവയ്യാതായിരിക്കുന്നു. എന്തായാലും മുകുന്ദൻ മാസ്റ്ററെ തൂക്കിക്കൊന്നിട്ടുണ്ടാവും. അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നന്ദിനിക്കും കൊച്ചുമോനും കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്നത് തീർച്ച. ഇതിനിടയിൽ വർമ്മമാർ ജയചന്ദ്രൻ നായരുമായി ഇടഞ്ഞു. ഒരു ദിവസം കൃഷ്ണനുണ്ണിയും ജയചന്ദ്രൻ നായരും ഹോസ്പിറ്റലിൽ വന്നു. വർമ്മമാർ ഹരിഹരൻ്റെ അരികിൽ ഉണ്ടായിരുന്നു. നിങ്ങളിനി ഹരിക്കുട്ടനെ കാണാൻ വരണ്ട.
ആ ചങ്ങാത്തം നിർത്തിക്കോളൂ. ആദിത്യവർമ്മ പറഞ്ഞു. എന്താ കാര്യം? എന്തുണ്ടായി? രണ്ടുപേരുടെയും മുഖം വിളറി. കാര്യോ? പത്രം ഓഫീസിലെ പണി അവനങ്ങ് നിർത്തുകയാ. ഇനി അവനെ എങ്ങോട്ടും വിടണില്ല. നിങ്ങളായിട്ടാ എൻ്റെ മോനെ പഴിപ്പിച്ചത്. നിങ്ങളുടെ വേണ്ടാത്ത കൂട്ട്. ഞങ്ങൾ എന്തു ചെയ്തു? കണ്ട കൊലപ്പുള്ളികളുടെ വീട്ടിലൊക്കെ ലേഖനം എഴുതാനെന്നും പറഞ്ഞ് അവനെ അയയ്ക്കുക. അവൻ ജയിലിലും കൊലപ്പുള്ളികളുടെ വീട്ടിലുമൊക്കെ താമസിക്കുക. എന്താ കഥ? അവിടേക്ക് ചെന്ന് താമസിച്ചാൽ എൻ്റെ മോനെങ്ങനെ ചീത്തയാകാണ്ടിരിക്കും? ചീത്തയാകുമെന്ന് പേടിച്ച് ലോകത്ത് പത്രലേഖകരെല്ലാം ലേഖനം എഴുതാണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ലേഖനം എഴുതുന്നവരെല്ലാം ചീത്തയാവാറുണ്ടോ? ചീത്തയാകാൻ തീരുമാനിച്ചവർ വീട്ടിലിരുന്നാലും ചീത്തയാകും. കൃഷ്ണനുണ്ണി ക്ഷോഭം മടക്കി പറഞ്ഞു. നിങ്ങളുടെ പത്രത്തിലെ പണി എൻ്റെ മോന് വേണ്ട. എന്തായാലും ലേഖനം എഴുതാൻ പോയിട്ടാണല്ലോ അവനീ ഗതി വന്നത്. എന്നാര് പറഞ്ഞു? ലേഖനം എഴുത്ത് മാസങ്ങൾക്ക് മുൻപേ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളറിഞ്ഞ് ഹരി അവിടെ പോയിട്ടില്ല. വീട്ടുകാര്യത്തിന് എവിടെയോ പോകണമെന്ന് പറഞ്ഞ് ഓഫീസിൽ വന്ന് ലീവ് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അവനെ ഇനി ജോലിക്ക് വിടുന്നില്ല. തീർന്നില്ലേ? അങ്ങനെ പറ. അല്ലാതെ ജോലിക്ക് വന്നിട്ടാ അവൻ നശിച്ചതെന്ന് പറയാതെ. പിന്നെ ഹരി ഡിസ്ചാർജ് ആകുന്നതുവരെ ഞങ്ങളവനെ കാണാൻ വരും. അത് വേറെ കാര്യം. ഹരിഹരൻ എല്ലാം കേട്ട് കിടക്കുകയായിരുന്നു. അയാൾക്ക് എന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് ബുദ്ധിയെന്ന് കണ്ട് അയാൾ പണിപ്പെട്ടടക്കി. അധ്യായം 11. ഹരിഹരൻ ഡിസ്ചാർജ് ആകുന്നതുവരെ കൃഷ്ണനുണ്ണിയും ജയചന്ദ്രൻ നായരും മാറി മാറി കാണാൻ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം കൃഷ്ണനുണ്ണി വന്നപ്പോൾ കല്യാണിയും വിലാസിനിയുമായിരുന്നു ഹരിഹരന്റെ ശുശ്രൂഷയ്ക്ക്. കൃഷ്ണനുണ്ണിയെ കണ്ടതും കല്യാണി അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ചാടിച്ചെന്നു. ഹരിഹരൻ ഉറക്കമായിരുന്നു. കൃഷ്ണനുണ്ണി അവളെ കോരിയെടുത്തു. വിലാസിനി തമ്പുരാട്ടി അല്ലേ? കൃഷ്ണനുണ്ണി വിലാസിനിയെ ചോദ്യഭാവത്തിൽ നോക്കി. വിലാസിനി തമ്പുരാട്ടിയാണോ? അല്ല, ഒട്ടുമല്ല. ചിലർക്ക് ആ വാലുള്ളതാണ് ഇഷ്ടം. പേരുകളിലെ ആ ഫ്യൂഡൽ മയം ഭൂരിപക്ഷം പേർക്കും അലങ്കാരമല്ലേ? വിലാസിനി മിണ്ടാതെ നിന്നു. ഹരിഹരൻ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു വിലാസിനിയെക്കുറിച്ച്. ഒരിക്കൽ വിലാസിനിയെയും കല്യാണിയെയും കൂട്ടി വീട്ടിൽ വരാമെന്ന് സമ്മതിച്ചിരുന്നു. കൃഷ്ണനുണ്ണി സാറിനെക്കുറിച്ച് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഹരിക്കുട്ടൻ്റെ ആരാധനാപാത്രമാണെന്നറിയാം. ഉവ്വോ, ഞാൻ അത്രയ്ക്കും കേമനാണോ? എനിക്കും മംഗളിനെ ഇഷ്ടാ. കല്യാണി ഇടയ്ക്ക് കയറി പറഞ്ഞു. ഭാര്യയും കുട്ടികളും ഒക്കെയുണ്ടോ? ഇല്ല. പത്രപ്രവർത്തനത്തിനിടയിൽ മറന്നതാണോ? മറന്നതായിരുന്നില്ല. വിവാഹം കഴിക്കാൻ തോന്നാത്ത സാഹചര്യമുണ്ടായി. അത് മാറി മാറി വരുമ്പോഴേക്കും മുടി നരയ്ക്കാനും തുടങ്ങി. അപ്പോൾ ഇനിയില്ല എന്ന് പറഞ്ഞുകൂടാ. വിവാഹം കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കൂടാതെ പറ്റുമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രം. വിലാസിനി ഒതുക്കത്തിൽ അയാളെ ഒന്ന് നോക്കി. ഇനി വിവാഹം നടക്കാത്ത വിധം അത്രമേൽ പ്രായമൊന്നും ആയിട്ടില്ല. സൂക്ഷിച്ചു നോക്കിയാലേ മുടിയിൽ ഒറ്റതിരിഞ്ഞുള്ള വെള്ള നൂലുകൾ കാണാനാവൂ. സുമുഖനാണ് ആൾ. ആരോഗ്യവാനും. നല്ല ഗാംഭീര്യമുള്ള സ്വരം. അന്തസ്സുള്ള പെരുമാറ്റം. ഒരു സ്ത്രീ ആശിക്കുന്നതെല്ലാം ഉണ്ട്. എന്നിട്ടും പ്രായം കൂടുതലുണ്ടെന്ന ന്യൂനത കൊണ്ടാണോ? ഹരി എന്ന് ഡിസ്ചാർജ് ആവും? ഒരാഴ്ച കഴിയുമെന്ന് ഡോക്ടർ പറയുന്നു. ഹരിയോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. എല്ലാം വീട്ടിൽ ചെന്നിട്ട് മതിയെന്ന അച്ഛനും അമ്മാവനും പറഞ്ഞത്. വീട്ടിൽ ചെന്നിട്ട് എന്ത് സംസാരിക്കാൻ? ഹരിഹരൻ ഉറക്കത്തിൽ ഒന്നനങ്ങി. തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചു. വരൂ, ബാൽക്കണിയിൽ ചെന്നിരുന്ന് സംസാരിക്കാം. വിലാസിനി മടിച്ചു. അച്ഛനെങ്ങാൻ കണ്ടുകൊണ്ടു വന്നാൽ എന്താ? നോക്കൂ, വിലാസിനി പക്വമതിയായ ഒരു സ്ത്രീയല്ലേ? കല്യാണം കഴിക്കാത്ത കൊച്ചു പെമ്പിള്ളേരെ പോലെ ഭയപ്പെടുന്നതെന്തിന്? വിലാസിനി മുഖം താഴ്ത്തി. കൃഷ്ണനുണ്ണിയുടെ പിന്നാലെ അവൾ ബാൽക്കണിയിലേക്ക് ചെന്നു. ഹരിക്കുട്ടനെക്കുറിച്ച് നിങ്ങളെന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? കൃഷ്ണനുണ്ണി ചോദിച്ചു. കുടുംബത്തിന് ചേരുന്നതല്ലല്ലോ ഹരിക്കുട്ടൻ ചെയ്തത്. അവനൊരു ന്യായവും പറയാൻ കാണില്ല. അത്ര മോശമായ സാഹചര്യത്തിലേക്കാ അവൻ പോയത്. ഹരിക്കുട്ടൻ എന്തു ചെയ്തുവെന്നാണ് വിലാസിനിയുടെ വിശ്വാസം? ഒന്നും ചെയ്യാതെ ഇത്രയും സംഭവിക്കില്ലല്ലോ. മുകുന്ദൻ മാസ്റ്ററുടെ പെൺമക്കളെ വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഹരിക്കുട്ടൻ അവിടെ പോയതെന്ന് വിലാസിനിക്ക് തോന്നുന്നുണ്ടോ? വിലാസിനി വിളറി. കൃഷ്ണനുണ്ണിക്കത് മനസ്സിലായി. ക്ഷമിക്കണം, ഞാൻ വെട്ടിത്തുറന്ന് സംസാരിക്കുന്നവനാണ്. ഹരിക്കുട്ടനെക്കുറിച്ച് അങ്ങനൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. എന്നാൽ അവൻ എന്തെങ്കിലും ന്യായം പറയാനുണ്ടാവുമെന്ന് കരുതുക. എല്ലാവരും കൂടി ഹരിക്കുട്ടനെ വിചാരണ ചെയ്യാൻ കാത്തിരിക്കുകയല്ലേ? മുൻവിധികളോടെയുള്ള വിചാരണ ക്രൂരമായിരിക്കും. ഉദ്ദേശിക്കുന്നതിൻ്റെ വിപരീത ഫലമേ അതിൽ നിന്ന് കിട്ടൂ. വിലാസിനിയെങ്കിലും അവനെ മനസ്സിലാക്കണം. അതുകൊണ്ടെന്താ ഗുണം? ഞാൻ ആരാണെന്നാ കൃഷ്ണനുണ്ണി സാർ വിചാരിക്കുന്നത്? ഞാൻ വെറുമൊരു വിധവ മാത്രമാണ്. തെക്കുംകോയിക്കൽ തമ്പുരാട്ടിമാർക്ക് എന്തും മനസ്സിലാക്കാൻ വിഷമമില്ല. അതനുസരിച്ച് പ്രതികരിച്ചു കൂടുന്നേയുള്ളൂ. മതി, ഹരിയെ ഒറ്റപ്പെടുത്തരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
അങ്കിൾ ഉണർന്നു മമ്മി. കല്യാണി ഓടി വന്നു. കൃഷ്ണനുണ്ണി അകത്തു ചെന്നപ്പോൾ ഹരിഹരൻ കിടക്കയിലിരിപ്പുണ്ട്. എപ്പോൾ വന്നു? കുറച്ചു നേരമായി. വിലാസിനിയുമായി സംസാരിക്കുകയായിരുന്നു. ചേച്ചി എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പത്രമോഫീസിലൊക്കെ എങ്ങനെ? എല്ലായിടത്തും ഫ്ലാഷായോ? ചുരുക്കം ചിലരെ അറിഞ്ഞിട്ടുള്ളൂ. നന്ദിനിയുടെയും കൊച്ചുമോൻ്റെയും വിവരം വല്ലതും അറിഞ്ഞോ? കൃഷ്ണനുണ്ണി തറപ്പിച്ചൊന്നു നോക്കി. കുറച്ചു കഴിഞ്ഞ് അയാൾ പോവുകയും ചെയ്തു. പോവും മുൻപ് അയാൾ കല്യാണിയെ വാരിയെടുത്തുമ്മ വെച്ചു. എന്നിട്ട് വിലാസിനിയോട് പറഞ്ഞു, പോകട്ടെ, വീണ്ടും കാണാം. നമ്മളെല്ലാം ഒരേ നാട്ടിലല്ലേ ജീവിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഹരിഹരനെ ഡിസ്ചാർജ് ചെയ്തു. ആദിത്യവർമ്മ കാറുമായി വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. വീട്ടിലെത്തി. ഹരിഹരൻ മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോകാനൊരുങ്ങി. ഹാളിലേക്ക് കയറിയപ്പോൾ അമ്മാവൻ വിളിച്ചു, നിൽക്ക്. ഹരിഹരൻ നിന്നു. അമ്മയും വിലാസിനി ചേച്ചിയും വാതിൽ കിടന്ന് ഹാളിലേക്ക് വന്നു. പൂമുഖവാതിലിൽ നിന്ന് അച്ഛനും. വിചാരണ ആരംഭിക്കാൻ പോവുകയാണെന്ന് ഹരിഹരന് മനസ്സിലായി. ഇവിടെ വാ, അമ്മാവൻ കൽപ്പിച്ചു. ഹരിഹരൻ അനുസരിച്ചു. 4 ജോഡി കണ്ണുകൾ ഹരിഹരനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ടിരുന്നു. കുറ്റപ്പെടുത്തുന്ന കണ്ണുകൾ. അമ്മാവൻ എന്തിനാ വിളിച്ചത്? വല്ലതും പറയാനുണ്ടോ? ഹരിഹരൻ കൂസലന്യെ ചോദിച്ചു. ഒന്നും പറയാനില്ലെങ്കിൽ എനിക്ക് മുകളിലേക്ക് കയറിപ്പോകാമല്ലോ. അതെളുപ്പമാണ്. നീ ഇപ്പോൾ ആരോഗ്യവാനാണല്ലോ. എടാ, നിന്നെ ഏതവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടതെന്ന് നിനക്കറിയാമോ? എനിക്ക് ബോധമില്ലായിരുന്നിരിക്കണം. അല്ലടാ, നീ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. ഞാൻ പറഞ്ഞത് എനിക്ക് ബോധമില്ലായിരുന്നു എന്നാണ്. പിന്നിങ്ങനെ ഞാൻ ആ അവസ്ഥ അറിയും. നിനക്കെങ്ങനെ ബോധമില്ലാതായി? ആ അവസ്ഥ എങ്ങനെയുണ്ടായി? ഹരിഹരൻ ഒന്നും മിണ്ടിയില്ല. എടാ, ഇതുപോലൊരു അപമാനം തെക്കും കോയിക്കൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതേ എനിക്കറിയോ. നിനക്ക് വേശ്യകളുടെ വീടുമായി എന്താ ബന്ധം? വേശ്യകളുടെ വീടോ? അതെ. നീ എത്ര തവണ അവിടെ പോയിട്ടുണ്ട്? പലതവണ പോയിട്ടുണ്ട്. എന്തിന്? പല കാര്യങ്ങൾക്ക്. അവിടുത്തെ ഒരു പെണ്ണിനെയും കൊണ്ട് നീ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി. നിനക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പെണ്ണിനെയും കൊണ്ട് ഹോട്ടലിൽ പോയി താമസിക്കേണ്ട സാഹചര്യം എന്താ? നിന്റെ ആരാ അവള്? എൻ്റെ ആരുമല്ലായിരുന്നു. പിന്നെ നീ എന്തിന് അവളെ കാണാൻ അവിടെ പോയി? നിങ്ങൾ അറിഞ്ഞതുപോലെ മോശമായ യാതൊരു ബന്ധങ്ങളും എനിക്ക് ആ വീടുമായിട്ടില്ല. ഞങ്ങളെ മണ്ടന്മാരാക്കരുത്. ആ വീട്ടുടമയ്ക്കും നാട്ടുകാർക്കും നിന്നെ കൊല്ലാൻ പോലും തോന്നത്തക്ക വിധത്തിൽ വൈരാഗ്യമുണ്ടാകണമെങ്കിൽ അതിനു പിന്നിൽ ഒന്നുമില്ലാതെ വരില്ലെന്ന് ഞങ്ങൾക്കറിയാം. മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് ആ വീട്ടിലുള്ളതെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ആ ഇൻസ്പെക്ടറും അതുതന്നെ പറഞ്ഞു. കൊലപ്പുള്ളിയുടെ മകളല്ലേ അവൾ? അതെ. അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അച്ഛന് ഒരു കൊലപ്പുള്ളിയാകേണ്ടി വന്നത്. നീ അവിടെ ചെല്ലുന്നത് ആ വീട്ടുടമസ്ഥനും നാട്ടുകാർക്കും ഇഷ്ടമല്ലെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? ഇതിനു മുൻപും പ്രശ്നമുണ്ടായിട്ടില്ലേ? പിന്നെ നീ എന്തിന് വീണ്ടും അവിടെ പോയി? ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ അച്ഛനും അമ്മാവനും ക്ഷമയുണ്ടോ? ഇല്ലടാ, നീ പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ കേട്ടു. ഇനി ഞങ്ങൾ പറയുന്നത് നീ കേട്ടാൽ മതി. ഇനി ആ വീടുമായി നിനക്ക് യാതൊരു സമ്പർക്കവുമില്ല, മനസ്സിലായോ? അതിനൊരു ന്യായം കൂടി പറയണം. ന്യായമോ? ആദിത്യവർമ്മ അയാളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. ഒരു വേശ്യയെ കൂട്ടിക്കൊണ്ടുപോയി നീ ഹോട്ടലിൽ താമസിപ്പിച്ചു. പിന്നെ ഒരിക്കൽ അവളെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇനി നിനക്ക് ന്യായം കൂടി കേൾക്കണോ? ആദിത്യവർമ്മ നിന്ന് കിതച്ചു. അച്ഛൻ്റെ തെറ്റിദ്ധാരണയാണ് എല്ലാം. അതേടാ, പത്രപ്രവർത്തനത്തിൻ്റെ മറവിലല്ലേ നീ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്? ഇനിമേൽ ആ ജോലിക്ക് നീ പോകണ്ട. ഹരിഹരൻ എഴുന്നേറ്റു. എടാ, നിൽക്കവിടെ, അമ്മാവൻ വിളിച്ചു. അയാൾ ചെവി കൊടുത്തില്ല. കോണിപ്പടി കയറി തൻ്റെ മുറിയിൽ ചെന്ന് വാതിലടച്ചിരുന്നു. ഇപ്പോ അവനോട് ഒന്നും പറയാൻ പോകണ്ട, ആദിത്യവർമ്മ പറഞ്ഞു. ഇത്രയും കാലം അവനെ കയറില്ലാതെ മേയാൻ വിട്ടു. ഇനി പിടിച്ചുകെട്ടാൻ നേരമായി. രാത്രിയിൽ അമ്മാവൻ ഹരിഹരൻ്റെ മുറിയിൽ ചെന്നു. വാ, മട്ടുപ്പാവിലേക്ക് പോകാം. എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനും പറയാനുമുണ്ട്. ഹരിഹരൻ അയാളോടൊപ്പം മട്ടുപ്പാവിൽ ചെന്നിരുന്നു. നിലാവുണ്ടായിരുന്നു, നക്ഷത്രങ്ങളും. തണുത്ത കാറ്റ്. ആ പെണ്ണിൻ്റെ പേരെന്താ? നന്ദിനിയോ? അതെ. കാണാൻ കൊള്ളാം അല്ലേ? ഉവ്. സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടാൽ നമുക്കിഷ്ടം തോന്നും. കുറ്റമല്ലത്. പക്ഷേ ഇത്രത്തോളം വലിച്ചിഴക്കരുതായിരുന്നു. ആ ഹോട്ടലിലെ രാത്രി കൊണ്ട് നിനക്കത് നിർത്താമായിരുന്നു. അമ്മാവൻ വിചാരിക്കുന്നത് പോലെയല്ല അവൾ. എടാ, പെണ്ണുങ്ങൾ എല്ലാ അടവുകളും പഠിച്ചവരാണ്. പ്രത്യേകിച്ച് അഴിഞ്ഞാടി ജീവിക്കുന്നവർ. ഒരാണിനെ കയ്യിൽ കിട്ടിയാൽ ചൊൽപ്പടിയിൽ നിർത്താൻ അവർക്കറിയാം. നീ സമ്പന്ന കുടുംബത്തിലെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞ സ്ഥിതിക്ക് കഴിയുന്നത്ര പണം തട്ടാനല്ലേ അവൾ ശ്രമിക്കൂ. അവളുടെ കൂടെ ഹോട്ടലിൽ ഒരു ദിവസം താമസിച്ചില്ലേ? പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. പക്ഷേ നീ ഹോട്ടലിൽ കഴിയേണ്ടി വന്ന സാഹചര്യം അമ്മാവനറിയാമോ? ഞങ്ങൾ തമ്മിൽ അരുതാത്തതൊന്നും നടന്നിട്ടില്ല. നിന്റെ പ്രായം കഴിഞ്ഞില്ലേ മരുമകനെ ഞാനും ഇവിടെ എത്തിയത്?
ഹോട്ടൽ മുറിയിലൊരു രാത്രിയും കൂടെ സുന്ദരിയായ ഒരു പെണ്ണും. അത് പതിച്ച് ജീവിക്കുന്നവർ. നീ വിവരിക്കേണ്ട, നമുക്ക് ആ വിഷയം വിടാം. എടാ, താല്പര്യമുണ്ടെങ്കിലും ആളുകൾ ഇത്ര പരസ്യമായിട്ടല്ല ഇതൊക്കെ നടത്തുന്നത്. നീ എന്തിനവളുടെ വീട്ടിൽ പോയി? നിനക്കവളെ നീ പറയുന്നിടത്തേക്ക് വരുത്താമായിരുന്നില്ലേ? കാര്യം കഴിയുമ്പോൾ അവൾക്ക് ആവശ്യമുള്ള പണവും കൊടുത്ത് വിട്ടാൽ പിന്നെ ശല്യമുണ്ടോ? ഹരിഹരൻ മൗനമായിരുന്നു. ഈ പ്രായത്തിൽ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെയല്ല നിറവേറ്റേണ്ടത്. പ്രത്യേകിച്ച് മനസ്സിന് ഇതിലൊരു പങ്കും പാടില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മാവനോട് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ? അമ്മാവൻ്റെ മനസ്സ് ചീത്തയായതുകൊണ്ട്, ചീത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ സങ്കല്പിക്കുന്നതുകൊണ്ട്. ഹരിഹരൻ വികാരക്ഷോഭത്തിൽ വെട്ടിത്തുറന്നു പറഞ്ഞു. വർമ്മ പൊട്ടിച്ചിരിച്ചു. ഞാനിപ്പോൾ ചീത്ത? ആ വേശ്യകളോട് ബന്ധമുണ്ടാക്കി നാട്ടുകാരുടെ തല്ലും കൊണ്ടുവന്ന നീ വിശുദ്ധൻ? അതെ, സംശയമില്ല, ഞാൻ വിശുദ്ധനാണ്. ഈ കാര്യത്തിലെങ്കിലും. എടാ, നിന്റെ അമ്മാവൻ പെണ്ണു പിടിക്കാൻ ചെന്ന് ഇതുവരെ തല്ലുകൊണ്ടിട്ടില്ല. തല്ലുകൊണ്ടിട്ടില്ലെന്നേയുള്ളൂ, പോയിട്ടുണ്ട് അല്ലേ? ഹരിഹരൻ പരിഹസിച്ചു. രാത്രിയിൽ ആഹാരം കഴിക്കാനിരുന്നപ്പോഴും ഹരിഹരൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പരാമർശമുണ്ടായി. ഒരു കൂസലുമില്ലാത്തതിലായിരുന്നു എല്ലാവർക്കും അത്ഭുതം. നാളെ മുതൽ നീ ഈ വീടിന് വെളിയിലേക്ക് ഇറങ്ങരുത്, ആദിത്യവർമ്മ കൽപ്പിച്ചു. ഞാനെന്ത് തെറ്റു ചെയ്തു? ആരും പറയുന്നില്ല. ഹരിഹരൻ ഓരോരുത്തരെ മാറി മാറി നോക്കി. നീ ചെയ്തതെല്ലാം ശരിയായിരുന്നോ? അതെ. ആ വേശ്യകളുടെ വീട്ടിൽ അച്ഛൻ പല പ്രാവശ്യമായി പറയുന്നല്ലോ ഇതേ വാക്ക് തന്നെ. ആ വീടുമായി കുറച്ചടുത്ത് പരിചയമുള്ളവനാ ഞാൻ. അത് വേശ്യകളുടെ വീടല്ല, വേദനിക്കുന്ന ഏതാനും മനുഷ്യരുടെ വീടാണ്, പാവങ്ങളുടെ വീട്. അപ്പോൾ സ്ഥലം എസ്ഐയും ആ നാട്ടുകാരും പറയുന്നതെല്ലാം നുണ. അവരെക്കാൾ നന്നായി നിനക്ക് ആ പെണ്ണുങ്ങളെ അറിയാം. അറിയാം. നാട്ടുകാരുടേത് തെറ്റിദ്ധാരണകളാണ്. അവർ പറയുന്നത് ഇൻസ്പെക്ടറും വിശ്വസിക്കൂ. അതിൽ യാതൊരു കഴമ്പുമില്ല. ആദിത്യവർമ്മ കോപാകുലനായി മകനെ തുറച്ചു നോക്കി. അങ്ങനെ 2 നിമിഷം ഇരുന്നു. നീ ലേഖനം എഴുതാനല്ലേ ആ വീടുമായി ബന്ധപ്പെട്ടത്? അതെ. ആ ലേഖനം എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി നിനക്കവിടെ പോകേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ലല്ലോ. ഹരിഹരൻ ഒന്നും മിണ്ടിയില്ല. നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുകയാണ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പാവങ്ങളുടെ കണ്ണീര് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ പോയതാണ് നീ. അവരാണെങ്കിൽ വളരെ നല്ല മനുഷ്യർ. ആ നാട്ടുകാർ അവരെക്കുറിച്ച് പല അപവാദങ്ങളും പറയുന്നുണ്ടെങ്കിലും നിഷ്കളങ്കരായ പെൺകുട്ടികൾ. പക്ഷേ ആ നാട്ടുകാർ അവരെയും നിന്നെയും തെറ്റിദ്ധരിച്ചു, നിന്നെ തല്ലിക്കൊല്ലാറാക്കി. ഭാഗ്യം കൊണ്ട് നീ ഇപ്പോഴും ജീവിക്കുന്നു. ഇവിടെ നീ ഫുൾ സ്റ്റോപ്പ് ഇടുക. നീ അവിടെ ചെല്ലുന്നത് ആ പാവം പെണ്ണുങ്ങൾക്കും ബുദ്ധിമുട്ടാകുമല്ലോ. ഇപ്പോൾ തന്നെ തല്ലും വഴക്കുമായി നാടെല്ലാം അറിഞ്ഞു. അവർക്ക് കൂടുതൽ അപവാദം കേൾക്കേണ്ടിയും വന്നു കാണും. ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുകയായിരിക്കും നിനക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം. ആ പാവങ്ങളുടെ നന്മയെ കരുതിയെങ്കിലും എൻ്റെ മോൻ ഇനി ആ ദിക്കിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നിനക്കവരെ പണം കൊടുത്ത് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? അഡ്രസ് തരിക. ഞാൻ മാസം തോറും ഓരോ തുക അയച്ചു കൊടുത്തുകൊള്ളാം. പറയ, ഇനി നിനക്കവിടെ പോകേണ്ട കാര്യം വല്ലതുമുണ്ടോ? അച്ഛൻ വളരെ സമർത്ഥമായി എല്ലാ പഴുതുകളും അടയ്ക്കുകയാണെന്ന് ഹരിഹരന് മനസ്സിലായി. പറയടാ, ഒരു വാക്ക് പറഞ്ഞാൽ നീ അത് ലംഘിക്കാൻ പാടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ നിന്നെ മുക്കാലിൽ കെട്ടിയിട്ട് അടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ മകൻ ചെറുപ്പമാണ്. ചില കൗതുകങ്ങളിൽ മനസ്സ് വല്ലാതെ ഭ്രമിക്കുന്ന പ്രായം. ഇരുത്തം വന്നിട്ടില്ല. അറിവില്ലായ്മ കൊണ്ട് ചില അബദ്ധങ്ങൾ സംഭവിച്ചു. കുടുംബത്തിന് അത്ര വേഗം മായാത്ത ഒരു ചീത്തപ്പേരുണ്ടായി. എങ്കിലും എല്ലാം ഞാൻ ക്ഷമിക്കുന്നു. ഇനി അതൊന്നും ആവർത്തിക്കില്ലെന്ന ഒറ്റ വിശ്വാസത്തിൽ. ഇപ്പോൾ നീ എനിക്ക് വാക്ക് തരണം. ഇനി നീ അവിടെ പോകുകയില്ലെന്ന്, ആ വീടുമായി മേലിൽ യാതൊരു ബന്ധവും പുലർത്തുകയില്ലെന്ന്. ഹരിഹരൻ കുഴങ്ങി. നീ എന്താ മിണ്ടാത്തത്? എനിക്കൊരിക്കൽ കൂടി അവിടെ പോകേണ്ടി വന്നേക്കും. എന്തിന്? ആദിത്യവർമ്മ ക്ഷോഭമടക്കാൻ പണിപ്പെട്ടു. എല്ലാ കണ്ണുകളും ഹരിഹരനിൽ തെറിച്ചു. എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ടുവരണം. അത്രയുള്ളോ? നാട്ടുകാർ തല്ലിപ്പൊളിച്ച നിലയിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. കഴിയുന്നതും വേഗം അത് നന്നാക്കി നിനക്കെത്തിച്ചു തരാം. പറയ്, ഇനി നിനക്കവിടെ പോകണോ? ഞാൻ കാരണം നന്ദിനിക്ക് എന്ത് സംഭവിച്ചുവെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവളെയും അവർ മർദ്ദിച്ചവശയാക്കിയോ എന്ന്. അതും ഞാൻ അന്വേഷിക്കാം. അവൾക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു തുക നഷ്ടപരിഹാരവും കൊടുത്തേക്കാം. നീ മുഖേന സംഭവിച്ചതല്ലേ എനിക്ക്. നിനക്ക് അവളെ കണ്ട് സംസാരിക്കണം. ആദിത്യവർമ്മ ചാടി എണീറ്റപ്പോൾ മേശയിൽ ശക്തിയായി ഇടിച്ച് ഗ്ലാസുകൾ മറിഞ്ഞു. പാത്രങ്ങൾ നിരങ്ങി നീങ്ങി. ഇരുന്ന കസേര പിന്നോട്ട് തെറിച്ചുപോയി. എഴുന്നേൽക്കുകയും എച്ചിൽ കൈകൊണ്ട് മുഖമടച്ച് അടിയും ഒപ്പമായിരുന്നു. ചോറിൻ്റെയും കറികളുടെയും അവശിഷ്ടങ്ങൾ ഹരിഹരൻ്റെ മുഖത്ത് പറ്റിപ്പിടിച്ചു. കണ്ണുകൾ അടഞ്ഞുപോയി. അടിയുടെ ഊക്കിൽ
കസേരയോടൊപ്പം പിന്നോട്ട് മറിയാൻ ഭാവിച്ച അയാളെ അമ്മാവൻ ബന്ധപ്പെട്ട് താങ്ങി. നിനക്കവളെ കാണണം അല്ലേടാ? ആദിത്യവർമ്മ അട്ടഹസിച്ചു. ഭൂമിയോളം ഞാൻ ക്ഷമിച്ചു. ഇനി നീ അവിടെ പോയെന്നറിയുന്ന ദിവസം നിന്റെ കാല് രണ്ടും ഞാൻ വെടിവെച്ച് തകർക്കും. ആദിത്യവർമ്മ അമർത്തിച്ചവിട്ടി നടന്നുപോയി. അധ്യായം 12. ക്ലോക്കിൽ 12 മണി അടിക്കുന്ന വച്ച. ഹരിഹരൻ അത് കേട്ടുകൊണ്ട് അല്പനേരം നിന്നു. വീണ്ടും മട്ടുപ്പാവിലൂടെയുള്ള നടപ്പ് തുടർന്നു. നിലാവ് അസ്തമിക്കുകയാണ്. വൃക്ഷങ്ങളിൽ മാത്രമേ അത് വീഴുന്നുള്ളൂ. നീണ്ടു നേർത്ത നിഴലുകൾ കാറ്റിലിളകുന്നു. ഇതുവരെ നീലനീലയായി കാണപ്പെട്ടിരുന്ന സമതലം ഇരുണ്ടു തുടങ്ങി. ഇനി എന്തു ചെയ്യണം? ഹരിഹരന് ഒരെത്തും പിടിയും കിട്ടിയില്ല. എന്തു വന്നാലും നന്ദിനിയെ കാണാതിരിക്കുവാൻ വയ്യ. അത് തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. തൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം ആരാണ് മനസ്സിലാക്കുക? നന്ദിനിക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ സ്വസ്ഥത കിട്ടുകയില്ല. ഹൃദയം വിങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഉടനെ അവിടെ പോകുന്നത് ശരിയല്ല. വീട്ടിൽ വലിയ കോളിളക്കമുണ്ടാകുമെന്നത് മാത്രമല്ല, അന്നാട്ടുകാരുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള ഭയവും. ഒരിക്കൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നന്ദിനിക്ക് ഒരു കത്തയച്ചാലോ? അത് അവളുടെ കയ്യിൽ കിട്ടുമെന്ന് എന്താണുറപ്പ്? നന്ദിനി ഇങ്ങോട്ടൊരു കത്തയച്ചിരുന്നുവെങ്കിൽ പത്രം ഓഫീസിലെ അഡ്രസ് അവൾക്കറിയാമല്ലോ. ഒരുപക്ഷെ അയച്ചുകൂടുന്നില്ല. ജയചന്ദ്രൻ സാറിനോട് വിളിച്ചു ചോദിക്കണം. കത്ത് കിട്ടിയാൽ മാത്രം മതിയോ? നന്ദിനിയെ ഒന്ന് കാണണ്ടേ? അവൾ എത്രമാത്രം ഭയന്നിരിക്കും. അവളെ ആരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ആശിക്കാം. അച്ഛനെ അവൾക്ക് മരിക്കുന്നതിന് മുൻപേ കാണാനൊത്തില്ല. തന്നെ ഓർത്ത് അവൾ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടാവും. ഈ ഇരുണ്ട രാത്രിയിലും അവൾ ഉറങ്ങാതെ കിടക്കുകയല്ലേ? ആ ചെറിയ മനസ്സിനുള്ളിൽ നിറയെ തന്നെക്കുറിച്ചുള്ള വേദനയും ഉത്കണ്ഠയുമല്ലേ? ആ കവിളുകളിലൂടെ ഇപ്പോഴും ചാലുകൾ ഒഴുകുന്നുണ്ടാവില്ലേ? തീർച്ചയായും അവളെ ഒന്ന് കണ്ടാലേ സമാധാനമാകൂ. പേടിക്കേണ്ട നന്ദിനിക്കുട്ടി, നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് മന്ത്രിച്ചാലേ പാരവശ്യമടങ്ങൂ. അവൾക്കും തന്നെ കാണാതെ മനസ്സിൻ്റെ നീറ്റം കെട്ടടങ്ങുമോ? ഇതെവിടെ ചെന്ന് അവസാനിക്കും? അതേക്കുറിച്ചോർത്തപ്പോൾ ഹരിഹരന് ഉൾക്കിടലമുണ്ടായി. വലിയ വലിയ അത്യാഹിതങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണെന്ന് അയാൾക്ക് തോന്നി. കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്നിട്ട് നന്ദിനിയെ വഴിവെക്കലിട്ടെറിഞ്ഞ് പോരാനൊക്കുകയില്ല. കുഞ്ഞിനെ ഓടയിൽ വലിച്ചെറിയുന്ന അമ്മയുടെ ഹൃദയവേദന തനിക്ക് താങ്ങാനാകുമോ? കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ എവിടേക്കാണ്? ശത്രുപാളയത്തിലേക്കോ? എല്ലാ ഭാഗത്തു നിന്നാണ് ആക്രമണം. താനും നന്ദിനിയും തനിച്ചാവും. എങ്കിലും യുദ്ധത്തിനൊടുവിൽ മുറിവേൽക്കുന്നതും കൊല്ലപ്പെടുന്നതും നന്ദിനിയായിരിക്കും. തന്നെ അവർ തടവുകാരനായി പിടികൂടുകയുള്ളൂ. വളരെ കരുതലോടെ വേണം ഓരോ ചൂടും വയ്ക്കാൻ. ശത്രു ആക്രമിക്കാനുള്ള എല്ലാ പഴുതും അടയ്ക്കണം. അതിന് സമയമെടുക്കും. വളരെ കാലം തനിച്ചു കഴിയാൻ നന്ദിനിക്കാവുകയില്ല. മനോസംഘർഷത്തിൻ്റെ ഉച്ചകോടിയിൽ ശ്വാസം പിടിച്ചു നിന്നു ഹരിഹരൻ. പിന്നെ മാറി ചിന്തിച്ചപ്പോൾ സകലതും ലളിതമായി തോന്നി. ഒരു നാൾ താൻ ചെന്ന് നന്ദിനിയോട് പറയുന്നു, വാ എൻ്റെ കൂടെ. എന്തിന്? നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണ്. അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓമനെ, നമ്മുടെ നിമിഷങ്ങളാണിത്, നമ്മുടെ മാത്രം. കൗതുക കാഴ്ചകൾ കണ്ടമ്പരുന്ന ശിശുവിനെ പോലെ അവൾ തൻ്റെ കൈപിടിച്ചിറങ്ങി വരുന്നു. വീട്ടിൽ വന്ന് ബന്ധുക്കളെയെല്ലാം വിളിച്ചു പറയാം, എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇവളെൻ്റെ ഭാര്യ. കടക്ക് പുറത്ത് എന്നൊരു ഗർജനമുണ്ടായെന്ന് വരും. പത്രം ഓഫീസിലെ ജോലി മതി ജീവിക്കാൻ. ആർഭാടങ്ങൾ വേണ്ടെന്ന് വെക്കണം. ഒതുങ്ങി ജീവിച്ച് ശീലിച്ചവളാണ് നന്ദിനി. എൻ്റെ ശമ്പളത്തിൽ നിന്ന് അവൾക്കൊരു പക്ഷേ മിച്ചം വയ്ക്കാനും കഴിഞ്ഞേക്കും. ഒരു വാടക വീട് മതി. തെക്കുംകോയിക്കൽ വക സ്വത്തുവിഹിതവും പാരമ്പര്യവുമല്ലേ തനിക്ക് നഷ്ടമാവുന്നുള്ളൂ. അതിനേക്കാളൊക്കെ വിലയില്ലേ നന്ദിനി എന്ന കണ്ണീർമുത്തിൻ്റെ ഹൃദയത്തിന്? ഉവ്വ്, തീർച്ചയായും. ഇപ്പോൾ എല്ലാം വളരെ ലളിതമായി ഹരിഹരന് തോന്നി. ഒന്നും സംഭവിക്കാനില്ല. ആകാശം ഇടിഞ്ഞു വീഴുകയില്ല. ഭൂമിയിൽ പ്രളയം ഉണ്ടാവുകയില്ല. അച്ഛനും അമ്മാവനും കോപം കൊണ്ട് ജ്വലിക്കും. അമ്മയും ചേച്ചിയും നിശബ്ദം കരയും. കാലം എല്ലാം തേച്ചു മായ്ച്ചു കളയും. ഹരിഹരൻ സമാധാനത്തോടെ മുറിയിലേക്ക് പോന്നു. ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് അയാൾ വേഷം മാറി പോകാനൊരുങ്ങിയപ്പോൾ ആദിത്യവർമ്മ തടഞ്ഞു ചോദിച്ചു, എങ്ങോട്ടാ? പത്രം ഓഫീസിലേക്ക്. വേണ്ട, പോകണ്ട. പോകാതൊക്കില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ജോലി രാജിവെച്ചെന്ന്. രാജിവെച്ചില്ലല്ലോ? വെച്ചു. നീ ഇനി ആ ജോലി ചെയ്യുന്നില്ല. അച്ഛൻ തീരുമാനിച്ചോ? എന്താ, ഞാൻ തീരുമാനിച്ചാൽ പോരെ? എന്നാൽ പിന്നെ എന്തിനാ ഞാൻ? എന്നെ കൊന്നേക്ക്. തോക്കിരിപ്പുണ്ടല്ലോ. കാലിന് വെടിവെക്കണ്ട, നെഞ്ചിൽ തന്നെയാകട്ടെ. ഹരിഹരൻ ക്ഷുഭിതനായി. പത്രം ഓഫീസിലെ പണിയില്ലെങ്കിലും എൻ്റെ മകന് ജീവിക്കാനുള്ള വക ഞാൻ നേടിയിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ ചിലപ്പോൾ ആ ജോലിയായിരിക്കും ഉതകുന്നത്. അച്ഛൻ മകനെ സൂക്ഷിച്ചു നോക്കി. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് നീ ആ ജോലിക്ക് പോവുകയില്ല. ഹരിക്കുട്ട, അച്ഛനെ ധിക്കരിക്കണ്ട.
അകത്ത് കയറിയിരിക്കുക. അമ്മ ശാസിച്ചു. എനിക്ക് പോകണം അമ്മേ. എടാ, തെക്കൻകോയിക്കിലാരും അച്ഛനെ മറുത്ത് ഇന്നോളം സംസാരിച്ചിട്ടില്ല. ആ പാരമ്പര്യം വേണ്ട. തൽക്കാലം നീ അച്ഛൻ പറയുന്നത് കേൾക്ക്. എന്തായാലും എനിക്കിന്ന് പത്രം ഓഫീസിൽ പോകണം. എൻ്റെ പല സാധനങ്ങളും അവിടെയാണ്. ദാമോദര, ആദിത്യവർമ്മ വിളിച്ചു. ഇവനെ പത്രം ഓഫീസിൽ കൊണ്ടുപോ. ഇവൻ അവിടുന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കാറിലെടുത്തിട്ട് കൊണ്ടുവരണം. ഉച്ചയ്ക്ക് മുൻപ് ഇവിടെ എത്തണം. ഹരിഹരൻ വന്ന് കാറിൽ കയറി. കാർ പത്രം ഓഫീസിലേക്ക് നീങ്ങി. ഹരിഹരൻ ചെല്ലുമ്പോൾ കൃഷ്ണനുണ്ണി വന്നിട്ടില്ല. ജയചന്ദ്രൻ സാറുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ജയചന്ദ്രൻ സാറിൻ്റെ മുഖത്ത് തെളിച്ചമില്ല. അസാധാരണമായ ഗൗരവം. മുഖം കനത്തിരിക്കുന്നു. ഹരിഹരൻ ജോലി തുടരാൻ വന്നതാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഈ ജോലിയുടെ പേരിൽ ഹരിയുടെ അച്ഛനും അമ്മാവനും ഞങ്ങളെ കുറേ ഇൻസൾട്ട് ചെയ്തു. ഞാനും കേട്ടതാണല്ലോ. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. തെക്കുംകോയിക്കിലെ തമ്പുരാക്കന്മാരുടെ വികാരം എനിക്ക് മനസ്സിലാകും. ആകട്ടെ, അവരുടെ അനുവാദത്തോടെയാണോ ഹരി വന്നത്? അച്ഛന് ഒട്ടും താല്പര്യമില്ല. കഠിനമായ എതിർപ്പുണ്ടെന്ന് പറ. അച്ഛന് ഇഷ്ടമായിട്ടല്ലല്ലോ ഞാനിവിടെ ജോലിക്ക് ചേർന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഹരി ഈ ജോലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. സർ, ഹരി വീട്ടിൽ നിന്ന് പോന്ന ശേഷവും ആദിത്യവർമ്മ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, രാജി എഴുതി വാങ്ങിയിട്ട് സാധനങ്ങളും പെറുക്കിക്കൊടുത്ത് തിരിച്ചയച്ചേക്കാൻ. ഹരിഹരൻ്റെ മുഖം വിളറി. സാർ എന്തു പറയുന്നു? ഞാൻ എന്തു പറയണമായിരുന്നു? ഹരിഹരൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന്. വേണ്ട ഹരി, ഈ ജോലി നിലനിർത്തുന്നതിനേക്കാൾ ഹരിക്ക് അഭികാമ്യം കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതാണ്. എന്നെ പിരിച്ചുവിടാനും മാത്രം ശത്രുത സാറിന് എന്നോടുണ്ടോ? എനിക്ക് ഹരിയോടെന്തിന് ശത്രുത? എങ്കിൽ ഞാനിവിടെ ജോലി തുടരും. എൻ്റെ പ്രൊഫഷൻ ഇതാണ്. ജോലി രാജിവെച്ചാലും ഹരിക്കിവിടെ വർക്കുണ്ടാവും. ഫ്രീലാൻഡ് ജേർണലിസ്റ്റായിട്ട് തുടരാമല്ലോ. സാറിനും എന്നെ ഒഴിവാക്കണമെന്നാണ് ആഗ്രഹം. അതെ, കാരണമുണ്ട്. ഹരി വേണമെങ്കിൽ വീട്ടുകാരെ വെല്ലുവിളിച്ച് ഇവിടെ ജോലിക്ക് വരും. ആ ധൈര്യം പിന്നീട് ഹരിയെ മറ്റു പല ധീരപ്രവൃത്തികൾക്കും പ്രേരിപ്പിച്ചുവെന്ന് വരും. അത് ഹരിയുടെ ജീവിതത്തെ ഗൗരവമായി ബാധിക്കും. ഹരിയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സർ കടന്നു ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ ഹരിക്കത് മനസ്സിലായി. എൻ്റെ ഊഹം തെറ്റിയില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കാം. അതാണ് എളുപ്പം. എനിക്ക് പലതും പറയാനുണ്ട്. എനിക്കും. ആദ്യം തന്നെ ഖേദപൂർവ്വം പറയട്ടെ, ഹരിയുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈ പത്രസ്ഥാപനത്തിൻ്റെ വിലാസം ഉപയോഗിച്ചത് തെറ്റായിപ്പോയി. എക്സ്ട്രാ കരിക്കുലർ? യെസ്, പത്രപ്രവർത്തനമെന്ന് കള്ളം പറഞ്ഞാണല്ലോ ഹരി ആ കൊലപ്പുള്ളിയുടെ വീട്ടിൽ പലവട്ടം പോയത്. ആദ്യം പോയത് അങ്ങനെയായിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വീണ്ടും ആ പല്ലവി ആവർത്തിച്ചെന്നേയുള്ളൂ. എന്താണ് അതിലിത്ര വിശദീകരിക്കാനുള്ളത്? ഞാനിതേ കാണുന്നുള്ളൂ. ഹരി അവിടെ കാണാൻ ചന്തമുള്ള ഒരു പെണ്ണിനെ കണ്ടു. അവളെ പ്രീണിപ്പിച്ചു നിർത്തണം. ഹോട്ടലിലേക്കൊക്കെ വിളിച്ചാൽ വരുന്നവളല്ലേ? അതെ. ഹരിഹരൻ ക്ഷുഭിതനായി. ഞാൻ എവിടെ വിളിച്ചാലും അവൾ വരും. വിളിച്ചുകൊള്ളണം. അവൾക്കാണെങ്കിൽ പണം അത്യാവശ്യം. തമ്പുരാൻ അവളുടെ ശരീരം ആവശ്യം. പക്ഷേ ഈ ഇടപാട് പത്രപ്രവർത്തനമെന്ന നിലയിൽ വേണ്ട. നിങ്ങളൊരു മനുഷ്യനാണെന്നാ ഞാൻ വിചാരിച്ചത്. എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നുന്നു. മെഴുകു വ്യക്തിത്വങ്ങൾ. ഒരൽപ്പം ചൂട് തട്ടിയാൽ തനി രൂപം കാണാം. വെറുമൊരു അവസരവാദിയുടെ. ഹരിഹരൻ പോകാനായി എഴുന്നേറ്റു. അപ്പോഴാണ് കൃഷ്ണനുണ്ണി വന്നത്. ഹരിഹരൻ എപ്പോൾ വന്നു? ഇപ്പോൾ വന്നതേയുള്ളൂ. പോവുകയാണ്. എന്താ എത്ര തിടുക്കത്തിൽ? ഓരോരുത്തരുടെ മുഖം കണ്ടിട്ട് അറയ്ക്കുന്നു. കൃഷ്ണനുണ്ണി ജയചന്ദ്രനെയും ഹരിഹരനെയും മാറി മാറി നോക്കി. ഒരു വാഗ്വാദം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ. വാ. കൃഷ്ണനുണ്ണി ഹരിഹരൻ്റെ തോളിൽ തട്ടി വിളിച്ചു. വേണ്ട, പേടിയാണെനിക്ക്. തോണ്ടി ഇളക്കി നോക്കിയിട്ട് ഇനിയൊരളിഞ്ഞ മനസ്സുകൂടി കാണാൻ വയ്യ. വാടൂ. കൃഷ്ണനുണ്ണി അയാളെ പാർലറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ പ്രശ്നം? അച്ഛൻ പറഞ്ഞു ഇനി ജോലിക്ക് പോകണ്ടെന്ന്. ഞാൻ ബഹുമാനിക്കുന്ന 2 മനുഷ്യരുണ്ടല്ലോ ഇവിടെ. അവരോട് അഭിപ്രായം ചോദിക്കാമെന്ന് വെച്ച് വന്നതാണ്. അതിലൊരാൾ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഈ പത്രം മറപിടിച്ച് വ്യഭിചരിക്കുകയാണെന്ന്. അല്ലേ? ഹരിഹരൻ ചാടി എണീറ്റു. ഹരിഹരൻ പിണങ്ങിപ്പോകാൻ ഭാവിക്കുകയായിരുന്നു. കൃഷ്ണനുണ്ണി ബലമായി പിടിച്ചിരുത്തി. ഇരിക്കടോ അവിടെ. ഹരിഹരൻ അസ്വസ്ഥതയോടെ ഇരുന്നു. അപ്പോഴേക്കും ജയചന്ദ്രൻ നായർ എത്തി. അയാൾ ഹരിഹരനെതിരെ ഇരുന്ന് ഒരു സിഗരറ്റ് തീ കൊളുത്തി. ഹരിഹരൻ നീരസത്തോടെ അയാളെ നോക്കി. ക്യാരിയോൺ, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഹരിക്കുട്ടൻ എന്തായാലും പത്രപ്രവർത്തനമെന്ന പേരും പറഞ്ഞ് അവിടെ പോകരുതായിരുന്നു. അത് മോശമായിപ്പോയി. അതിൽ തന്നെ പന്തികേടുണ്ട്. വീട്ടിലൊരു നുണ പറഞ്ഞു. അനാവശ്യമായ വിശദീകരണങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി. അത്രയുള്ളൂ. ഹരിക്കുട്ടനെ വെറുതെ ഒരു പറ്റം നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊല്ലാൻ ശ്രമിക്കില്ലല്ലോ. ആ പെണ്ണിനെ ഹോട്ടലിൽ കൊണ്ടുപോയി പൊറുപ്പിച്ച കഥയൊക്കെ അവരും അറിഞ്ഞിരിക്കുന്നു.
റോഡ് ബ്ലോക്കായിട്ട് വീട് പറ്റാൻ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാണ് ഹോട്ടലിൽ തങ്ങിയത്. 2 കിടക്കയിൽ 2 മുറിയിൽ അവളെ അരുതാത്ത കണ്ണുകൊണ്ട് ഞാനൊന്ന് നോക്കുകൂടി ചെയ്തില്ല. ഞങ്ങൾ വിശ്വസിച്ചേക്കാം, അത് പോകട്ടെ. പക്ഷേ ഹരി അവിടെ ചെല്ലുന്നത് ആ വീട്ടുടമയും നാട്ടുകാരും എതിർത്തിട്ടുണ്ട് ഇല്ലേ? ഒരു തവണ ആ പെണ്ണിനെ കാണാൻ പോലീസിന്റെ സഹായത്തോടെയല്ലേ ചെന്നത്? അതെ. അവിടെ നിർത്താമായിരുന്നില്ലേ? ആ ബന്ധം തുടരേണ്ടിയിരുന്നില്ല. അപ്പോഴേക്കും എനിക്കവരെ മനസ്സിലായി. നിർദോഷികളായ ആ പാവങ്ങളെ മനുഷ്യർ വെറുതെ കല്ലെറിയുകയാണെന്ന് ബോധ്യമായി. അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നേ ഞാൻ ആശിച്ചുള്ളൂ. ഇത്തവണ അവിടെ എന്തിനു പോയി? മുകുന്ദൻ മാസ്റ്ററുടെ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണെന്നറിഞ്ഞു. ഞാൻ ജയിലിൽ പോയിരുന്നു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു വീട്ടിൽ വിവരമറിയിക്കാൻ, കാണണമെന്ന് ആഗ്രഹമുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ ചെയ്യാൻ വേറാരുമില്ല. അതുകൊണ്ട് ഞാൻ പോയി. നന്ദിനിയെയും കൊച്ചുമോനെയും കൂട്ടി റോഡിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം. ശരി, സംഭവിച്ചതത്രയും സംഭവിച്ചു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? മുകുന്ദൻ മാസ്റ്ററുടെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ഹരിഹരൻ അലക്ഷ്യമായി മൂളി. ഇനിയൊരു ചോദ്യത്തിന് ഹരി സത്യസന്ധമായി മറുപടി പറയണം. ഹരിഹരൻ ചോദ്യഭാവത്തിൽ കൃഷ്ണൻ ഉണ്ണിയെ നോക്കി. ഹരിക്ക് ആ കുടുംബത്തോട് പഴയ ഗുരുനാഥൻ്റെ തകർന്നുപോയ കുടുംബം എന്ന നിലയ്ക്കുള്ള സിമ്പതി മാത്രമേയുള്ളൂ? അതോ ആ നന്ദിനി എന്ന പെണ്ണുമായി സാധാരണയിൽ കവിഞ്ഞ അടുപ്പമുണ്ടോ? ഉണ്ട്. എന്തുതരം അടുപ്പം? അവളെ എനിക്കിഷ്ടമാണ്, ഞാൻ സ്നേഹിക്കുന്നു. കൃഷ്ണനുണ്ണിയും ജയചന്ദ്രൻ നായരും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി. അത് ശരിയാണെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ? തെറ്റൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അവരോട് തെറ്റ് ചെയ്തുമില്ല. അവൾക്ക് ആശ കൊടുത്തു ഇല്ലേ? ഉവ്വ്. വാക്കുകൊടുത്തോ? അവൾ എന്നോട് ആവശ്യപ്പെട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തു നൽകാനും ഞാൻ തയ്യാറാണ്. ഹരി അവളെ പ്രേമിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഹരി ഈ ലോകത്ത് വേറെ ആരെയും കണ്ടില്ലേ? പലരുമുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ സ്നേഹം അത്യാവശ്യമായത് അവൾക്കാണ്. ഞാൻ മാത്രമേ അതിന് തയ്യാറുള്ളൂ. വേശിയെന്ന് നാട്ടുകാർ മുദ്രയടിച്ച ആ പെണ്ണിനെ ഹരിഹരൻ പുച്ഛിച്ചു ചിരിച്ചു. ഇതെവിടെ എത്തുമെന്ന ഹരിയുടെ വിചാരം? ഹരിക്ക് അവളെ വിവാഹം ചെയ്യാൻ ഒക്കുമോ? എന്തുകൊണ്ടില്ല? ഹരിയുടെ ബന്ധുക്കൾ, അവർ എതിർത്ത് നോക്കട്ടെ. രണ്ടും കൽപ്പിച്ചാണല്ലേ. ഞങ്ങൾ വിചാരിച്ചതിലും കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. അവൾക്ക് ഞാനേയുള്ളൂ. അതെനിക്കുമറിയാം, അവൾക്കുമറിയാം. ഹരിക്കുട്ട, അവളെ മറന്നേക്കുക. അതാണ് നല്ലത് തനിക്കും തൻ്റെ കുടുംബത്തിനും. അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. കട്ടോ കൊന്നോ വിഭജിച്ചോ എങ്ങനെയെങ്കിലും. പെണ്ണുങ്ങൾ ചെറിയ സങ്കടത്തിലും കരയും. നമ്മൾ കരുതുന്നതിൻ്റെ 1000-1 വിലയില്ലാത്ത ആ കണ്ണീരിൽ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒഴുക്കിക്കളയരുത്. ചെറിയ സങ്കടമോ? അതിനേക്കാൾ വലിയ സങ്കടങ്ങളുണ്ടാകുമോ? ആ കണ്ണുനീരിൻ്റെ വില നിങ്ങൾ കരുതുന്നതിനേക്കാൾ 1000 മടങ്ങാണ്. അതിനു മുൻപിൽ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും എത്ര നിസ്സാരമാണ്. ഹരിഹരൻ വികാരാധീനനായി. ഇതുതന്നെ ഞാൻ ഭയപ്പെട്ടിരുന്നത്. ജയചന്ദ്രൻ നായർ പറഞ്ഞു. ഹരി പറയുന്നതെല്ലാം ശരി തന്നെ. പക്ഷേ ആ ബന്ധം തനിക്ക് കൊള്ളില്ല. അവൾ നിഷ്കളങ്കയായിരിക്കും, ദുഃഖവും കാണും. എന്നുവെച്ച് സ്വന്തം ജീവിതം പണയപ്പെടുത്തി അവളെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവളെ ആര് രക്ഷിക്കും? ആരെങ്കിലും വരും. വരില്ല. ആ വാസവൻ അവളെ നശിപ്പിക്കും. ഒടുവിൽ പണത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കും. ആ ജീവിതം നശിക്കും. നശിക്കട്ടെ, തനിക്കെന്താ? അങ്ങനെ എത്രയോ പേർ നശിക്കുന്നു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അവളെ രക്ഷിക്കട്ടെ. താൻ അവളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു പോയെങ്കിൽ അന്നത്തെ പോലെ വല്ല ഹോട്ടലിലും 2-4 തവണ വിളിച്ചു വരുത്തുക. ചോദിക്കുന്ന കാശും കൊടുക്കുക. അപ്പോഴേക്കും ആ പൂതിയങ്ങ് തീരും. ജയചന്ദ്രൻ നായർ പറഞ്ഞു. ഹരിഹരൻ്റെ കണ്ണുകൾ ഇറുകി. അയാൾ തോക്കിൻ കുഴലിലൂടെ എന്നവണ്ണം ജയചന്ദ്രൻ നായരെ നോക്കി. നിങ്ങളാരാണ്? അയാൾ പൊട്ടിത്തെറിച്ചു. നിങ്ങളാണോ പുകയുന്ന കണ്ണുനീർ എന്ന പേരിൽ ദ്രോഹിക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് ലേഖന പരമ്പര എഴുതിയത്? നിങ്ങളാണോ അമ്മമാരും സഹോദരിമാരും ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും നീചമായി വിൽക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് വിലപിച്ചത്? നിങ്ങൾ തന്നെയാണോ ഇരുട്ടിൽ മൃഗത്തെപ്പോലെ വേട്ടയാടപ്പെട്ട അപമാനത്താൽ നനഞ്ഞും വിറങ്ങലിച്ചു നിൽക്കുന്ന പെൺകുരുന്നിനെ രക്ഷിക്കാൻ ഒരു കൈയെങ്കിലും നീങ്ങിയിരുന്നെങ്കിലെന്ന് യുവാക്കളുടെ മേൽ ആശ വച്ചത്? ഹരി, അത് ലേഖനമാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു? പത്രം കൂടുതൽ വിൽക്കപ്പെടാൻ വേണ്ടിയോ? അതിനു മാത്രമല്ല, സമുദായത്തിൽ പൊതുവിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെയാണ്. പക്ഷേ നമ്മൾ ആ ത്യാഗത്തിന് മുതിരണമെന്നില്ല. വേറെ വല്ലവരും വരട്ടെ, അല്ലേ? നമുക്ക് ലേഖനങ്ങൾ എഴുതിയിടാം. അത് വായിച്ചിട്ട് മറ്റു വല്ലവരും ത്യാഗം ചെയ്യട്ടെ, അല്ലേ? ജയചന്ദ്രൻ സാർ, എനിക്കിപ്പോൾ മനസ്സിലായി. ആ പെണ്ണിനെ നിങ്ങളുടെ മുറിയിൽ സൗകര്യത്തിന് കിട്ടിയാൽ നിങ്ങളും വ്യഭിചരിക്കും. കൂട്ടുകാരെ കൂടി വിളിച്ച് സൽക്കരിക്കും.
എന്നിട്ട് പിന്നീടൊരിക്കൽ നിങ്ങൾ വേശ്യാതെരുവിൽ ചെന്ന് അവളെ ഇൻ്റർവ്യൂ ചെയ്ത് ലേഖനം എഴുതി പത്രത്തിൽ അച്ചടിക്കുകയും ചെയ്യും. ഹരി, ശോഭിക്കാതിരിക്കോ? സത്യം കഴിക്കും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ഹരിക്ക് ഞങ്ങൾ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാകും. എന്നുവച്ചാൽ സമസ്യയല്ലേ ഇതൊക്കെ? എനിക്കിനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം കേൾക്കണ്ട. ആരും ഒന്നും മിണ്ടിയില്ല. ഹരിഹരൻ വികാരാവേശത്തിലാണെന്ന് മനസ്സിലായി. അല്പസമയം നിശബ്ദതയിൽ കടന്നുപോയി. ഒടുവിൽ കൃഷ്ണനുണ്ണി പറഞ്ഞു, അതൊക്കെ ഹരിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. ഞങ്ങൾ ഇടപെടുന്നില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ജോലിയുടെ കാര്യം. വീട്ടിൽ കഠിനമായ എതിർപ്പാണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് ഹരിയോടെന്ത് വിരോധം? ഒന്നുമില്ല. മറിച്ച് ഹരി രാജിവെച്ച് പോകുന്നത് സങ്കടമാണ് താനും. ഞാൻ രാജിവെച്ച് പോകില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യൂ. കുറച്ച് ദിവസം അവധിയെടുക്ക്. 1-2 മാസത്തേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നും അകന്ന് വീട്ടിൽ മര്യാദരാമനായിട്ട് നിന്നാൽ അവരുടെ നിലപാടിൽ ഒരയവ് വന്നേക്കും. പിന്നെ തനിക്കിവിടെ ജോലി തുടരാം. 2 മാസത്തേക്കോ? അതെ, 2 മാസം പെട്ടെന്നങ്ങ് പോകും. വീട്ടുകാരെയും പിണക്കി താനീ ജോലി തുടരുന്നതിനേക്കാൾ ഭേദം അതല്ലേ? എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ. ഹരിഹരൻ ആലോചിച്ചു. ആ നിർദ്ദേശം അയാൾക്ക് സ്വീകാര്യമായി തോന്നി. ശരി, 2 മാസം വേണ്ട. 1 മാസത്തേക്ക് ലീവെടുക്കാം. പിന്നെ വേണ്ടി വന്നാൽ 1 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ. അങ്ങനെ വേണമെങ്കിലുമാകാം. ജയചന്ദ്രൻ നായർ ഉടൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. തൽക്കാലം വീട്ടിൽ പോയി വിശ്രമിക്കൂ. വികാരം മനസ്സിനെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. വിവേകത്തിന് 1-ാം സ്ഥാനം. ഹരിക്കുട്ടൻ വളരെ സെൻസിറ്റീവാണ്. ദുഃഖങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിയും. ലോകത്ത് നിത്യവും ദുഃഖിക്കുന്ന എത്രയോ ആത്മാക്കളുണ്ട്. നന്ദിനിയേക്കാൾ നിസ്സഹായരും നിഷ്കളങ്കരുമായ എത്രയോ പെൺകുട്ടികൾ ദിവസേന കൊടും ക്രൂരതകൾക്കിരയാവുന്നു. നമുക്കെല്ലാം രക്ഷിക്കാൻ കഴിയുമോ? നമ്മുടെ ജീവിതമാണ് നമുക്കൊന്നാമത്. അതിനുശേഷമേ മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കാനാവൂ. ഓരോരുത്തരും അവരവരുടെ ചുറ്റുപാടുകൾക്കനുസൃതമായിട്ട് വേണം ജീവിതം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ഒരു പ്രാവശ്യത്തെ തെറ്റ് മനസ്സിലാക്കി അടുത്ത തവണ തിരുത്തി ജീവിക്കാൻ നമുക്ക് രണ്ടാമതൊരു ജീവിതം ഇല്ലാതാനും. ഹരിക്ക് കഴിയുമെങ്കിൽ ആ പെൺകുട്ടിയെ മറക്കുക. ഇപ്പോഴാണെങ്കിൽ അത് സാധിക്കും. ആ ബന്ധം മുറുകുന്നതേയുള്ളൂ. ഇപ്പോഴത് ഛേദിച്ചാൽ സഹിക്കാവുന്ന വേദനയേ ഉണ്ടാവൂ. ഹരിക്കുട്ടനെ സ്നേഹിക്കുന്ന എത്രയോ പേരെ പിന്നീട് വേദനിപ്പിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് കുറച്ചുനാൾ നന്ദിനിയെ കാണാൻ പോകാതിരിക്കുക. നാളെ പോകാമെന്ന് അവധി വയ്ക്കുക. കുറെ കഴിയുമ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടും. പ്രേമത്തിൻ്റെതായ ആ ദിവ്യമായ അനുഭൂതിയും പുളകവും കോരിത്തെരുപ്പുമൊക്കെയുണ്ടല്ലോ. അത് വിവാഹ ദിവസം വരെ മാത്രമേ നിലനിൽക്കൂ. എന്തായാലും ആത്മാർത്ഥമായി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഹരിഹരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ കാറിൽ കയറി തിരിച്ചുപോയി. പിന്നെയും ദിവസങ്ങൾ പോയി. നന്ദിനിയെ മനസ്സിൽ നിന്ന് എടുത്തു കളയുവാനുള്ള വേദനാനിർഭരമായ ശ്രമത്തിലായിരുന്നു ഹരിഹരൻ. ഒരുപക്ഷെ തനിക്കതിന് കഴിഞ്ഞേക്കാമെന്ന് പോലും അയാൾക്ക് തോന്നി. എങ്കിലും ഏകാന്തതകളിൽ അയാളുടെ ഹൃദയം വിങ്ങിപ്പിടഞ്ഞുകൊണ്ടിരുന്നു. അധ്യായം 13. തെക്കും കോയിക്കൽ എല്ലാവർക്കും ആശ്വാസമായിരുന്നു. ഹരിഹരൻ ജോലി രാജിവെച്ചുവെന്ന് തന്നെ അവർ കരുതി. മാത്രമല്ല, അയാൾ അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കുകയും ചെയ്യുന്നു. എല്ലാം ശുഭസൂചകം. ഒരു ദിവസം ഹരിഹരനെ കൃഷ്ണനുണ്ണി ഫോണിൽ വിളിച്ചു. തനിക്ക് കുറേ കത്തുകളുണ്ട്. ഓഫീസിലാണോ? അതെ, വരികയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. പത്രം ഓഫീസിൽ കത്തെടുക്കാൻ പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് അയാൾ കാറും എടുത്ത് കുതിച്ചു. നന്ദിനിയുടെ കത്ത് ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന ചിന്ത അയാളെ പരവശനാക്കിയിരുന്നു. അയാൾ ഓഫീസിലെത്തി. ഗുഡ് മോർണിംഗ് ഹരി. ഇതാ നിങ്ങൾക്കുള്ള എഴുത്തുകൾ. മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും ഒക്കെയായി വന്നതാണ്. ഞാൻ 2 ദിവസമായി സ്ഥലത്തില്ലായിരുന്നു, ജയചന്ദ്രൻ നായർ പറഞ്ഞു. ഹരിഹരൻ കത്തുകൾ കയ്യിൽ വാങ്ങി. നന്ദിനിയുടെ കൈപ്പട കണ്ട് അയാളുടെ മനസ്സ് വിങ്ങി ത്രസിച്ചു. അയാൾ കത്തുകളുമായി പാർലറിലേക്ക് പോയി. ഹരിഹരൻ സോഫയിലിരുന്നിട്ട് അക്ഷമയോടെ കത്ത് പൊട്ടിച്ചു. പ്രിയപ്പെട്ട ഹരിഹരൻ സാറിന്. അങ്ങനെയാണ് സംബോധന. അവൾക്ക് താനിപ്പോഴും സാർ തന്നെ. അങ്ങനെയേ അവൾ കരുതുന്നുള്ളോ? അകൽച്ച തോന്നിപ്പിക്കുന്ന ആ സംബോധനയ്ക്കപ്പുറം അവളുടെ മനസ്സിൽ ഒന്നുമില്ലേ? ഉൾക്കിടലത്തോടെയാണ് ഞാനീ കത്തെഴുതുന്നത്. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലല്ലോ. എൻ്റെ പ്രാർത്ഥനകളുടെ വിശ്വാസത്തിൽ എഴുതുകയാണ്. സ്നേഹം കൊണ്ട് ഞാൻ ആശിച്ചു പോവുകയാണ്. ആപത്തൊന്നും കൂടാതെ ഹരിഹരൻ സാർ സുഖമായി ഇരിക്കുന്നുവെന്ന്. അന്നത്തെ ആ സംഭവം, അതിൻ്റെ പേക്കിനാവുകൾ ഇനിയും തുടരുകയാണ്. അവസാനമില്ലാതെ. ഒരു മറുവാക്കെങ്കിലും കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ അതുമായി എനിക്ക് ആശ്വസിക്കാൻ. ആൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞാൻ കാരണം ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. വേണ്ട കേട്ടോ, എനിക്കെഴുതല്ലേ ഒരു വരി പോലും. ഒരിക്കലും. കഴിയുമെങ്കിൽ എന്നെ കാണാൻ വരികയുമരുതേ.
ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് തിരിച്ചറിയാതെ മനസ്സ് പിടഞ്ഞ് ആശങ്ക കൊണ്ടും ദുഃഖം കൊണ്ടും വല്ലാതെ ഉഴറി ഓരോ നിമിഷവും അതിൻ്റെ കാഠിന്യം അനുഭവിച്ച് മരണം വരെ ഞാൻ ഈ പേക്കിനാവുകളോടൊപ്പം കഴിഞ്ഞുകൊള്ളാം. അത്രത്തോളം നിർഭാഗ്യവതിയല്ലേ, ശപിക്കപ്പെട്ടവളല്ലേ ഞാൻ. അങ്ങനെയുള്ള ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഞാൻ തന്നെത്താൻ പീഡിപ്പിക്കുന്ന ജീവിതം. ഏതു നിമിഷവും അങ്ങ് ജീവിച്ചിരിക്കുന്നുവെന്ന വാർത്ത, അല്ലെങ്കിൽ അങ്ങയുടെ കാലച്ച എനിക്ക് കേൾക്കാമെന്ന് എല്ലായ്പ്പോഴും കാതോർത്തിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങ് മരിച്ചുപോയി ഭൂമിയിലില്ല എന്ന വാർത്ത ഏതു നിമിഷവും എന്നെ തേടി വന്നേക്കാമെന്ന ആ അവസ്ഥ, ഞാനത് അനുഭവിക്കുകയാണ്. എല്ലാം ഞാൻ മൂലം സംഭവിച്ചതല്ലേ. ശപിക്കപ്പെട്ടവരെ സഹായിക്കാൻ ഇറങ്ങുന്നവരെയും ഈശ്വരൻ വെറുതെ വിടുന്നില്ലല്ലോ. എന്നെ സഹായിക്കാൻ തുനിഞ്ഞിട്ട് അപമാനിതനാകാതെ ഒരിക്കലും മടങ്ങാൻ ഹരിഹരൻ സാറിന് കഴിഞ്ഞില്ല. ഒടുവിൽ ആ രംഗം ഇപ്പോഴും മനസ്സിലെനിക്ക് കാണാം. ദുഷ്ടക്കൂട്ടത്തിന് നടുവിൽ തല്ലിച്ചതയ്ക്കപ്പെടുന്ന രംഗം. ചോരയിൽ കുളിച്ച് ചലനമില്ലാത്ത ശരീരം നിലവിളിച്ചുകൊണ്ട് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉണരുമ്പോൾ ഞാൻ വീട്ടിനുള്ളിലായിരുന്നു. കൊച്ചുമോനും അടുത്തുണ്ടായിരുന്നു. അവൻ പറഞ്ഞാണറിഞ്ഞത് പോലീസ് വന്നതും ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയതും. പിന്നീട് ഒന്നും അറിഞ്ഞില്ല. ഉറങ്ങാതെ കരഞ്ഞും പ്രാർത്ഥിച്ചും കഴിച്ചുകൂട്ടിയ എത്രയോ രാത്രികൾ. കൊച്ചുമോനായിരുന്നു വല്ലതും അറിയാനുള്ള ഒരേയൊരു മാർഗം. സാർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടപ്പുണ്ടെന്ന് ഒരു ദിവസം അവൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം അറിഞ്ഞത് മരിച്ചുപോയെന്നാണ്. അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന. പിന്നീട് സാറിനെ മറ്റേതോ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് കേട്ടു. അതിനുശേഷം ഒരറിവുമില്ല. എൻ്റെ മനോവേദന അടക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞാനത് എഴുതുന്നത്. ഈ നാട് മുഴുവൻ സംഭവം അറിഞ്ഞു. പോലീസ് കേസിൽ വാസവേട്ടനും പ്രതിയാണ്. നാട്ടുകാർ മുഴുവൻ വാസവേട്ടന് തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലോ മറ്റോ രൂപീകരിച്ചിരിക്കുന്നത്രേ. നാട്ടുകാരുടെ മുഴുവൻ ശാപവും എൻ്റെ നേർക്കാണ്. ഒരു പെണ്ണായി ജനിച്ചു പോയതിൽ ഞാൻ ഇത്രത്തോളം ദുഃഖിച്ച, എന്നെ തന്നെ ശപിച്ച ഒരവസരവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അച്ഛനെ കാണാൻ കഴിയാത്തതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ഒന്നും അറിയാതെ ഒന്നും കാണാതെ അച്ഛന് കടന്നു പോകാൻ കഴിഞ്ഞല്ലോ. അവസാനമായി ഞാൻ ഒരപേക്ഷ കൂടി അങ്ങയുടെ മുൻപിൽ വെച്ചോട്ടെ. എൻ്റെ വിഷമത്തിന് ഒരാശ്വാസം കിട്ടാൻ മാത്രമാണ്. ലേഖയ്ക്ക് ഒരു കുറിപ്പെഴുതുമോ? സുഖമായിരിക്കുന്നുവെങ്കിൽ മാത്രം എനിക്ക് സുഖം എന്ന്. അത്രയും മതി. ലേഖ എന്നെ അറിയിച്ചുകൊള്ളും. ആ ആശ്വാസത്തിൽ ഞാൻ ഒരു ദിവസം ജീവിക്കട്ടെ. ലേഖയുടെ അഡ്രസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മൂലം അങ്ങേക്കുണ്ടായ അപമാനങ്ങൾക്കും വിഷമതകൾക്കും എല്ലാ വേദനകൾക്കും മാപ്പ്. എനിക്ക് ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും ആശ്വസിക്കാനും ആനന്ദിക്കാനും ഓർമ്മിച്ചോർമ്മിച്ച് അഭിമാനിക്കാനും അങ്ങ് തന്ന ഒരു നിമിഷമുണ്ടല്ലോ. ഞാൻ അർഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ്, ഞാൻ സങ്കല്പിച്ചതിനേക്കാൾ 10,000 മടങ്ങ്, ലോകത്ത് മറ്റാർക്കും ലഭിച്ചിട്ടുള്ളതിനേക്കാൾ കോടാനുകോടി മടങ്ങ് സ്നേഹം എനിക്ക് അങ്ങ് പകർന്നു തന്ന് ഞാൻ അനുഭവിച്ച ആ ഒരൊറ്റ നിമിഷം. എനിക്കത് മതി. ഒരിക്കൽ കൂടി മാപ്പ്. നിർത്തട്ടെ. ഹരിഹരൻ കത്തിൽ നിന്ന് കണ്ണെടുത്ത് വളരെ ദൂരേക്കെന്ന വണ്ണം നോക്കി. മലകളും സമതലങ്ങളും കടന്ന് പുഴയും പാലവും കടന്ന് ആ നോട്ടം നീണ്ടു. ഒരിരുണ്ട ഗ്രാമത്തിലെ ആളുകൾ വെറുക്കുന്നൊരു വീട്ടിൽ വെളിച്ചം കയറാതെ ഒരിരുണ്ട മുറിയിലേക്കെത്തിയ നോട്ടം അവിടെ പരതി. അവിടെ 2 ചുമരുകൾ ചേരുന്ന കോണിൽ ഭയന്നും വേദനിച്ചും നിറകണ്ണുകളോടെ തനിച്ചിരിക്കുന്ന സാധു പെൺകുട്ടിയെ അയാൾ കണ്ടു. അവൾക്ക് ഒരൊറ്റ വാക്ക് മതി, താൻ സുഖമായിരിക്കുന്നുവെന്ന്. അവളുടെ വേദനകളെല്ലാം മാഞ്ഞു പോകുന്നതിന് തുല്യമാണത്. അവൾക്ക് ജീവിതം മുഴുവൻ താലോലിക്കാൻ ഒരു തലോടലോ ഒരുമ്മയോ മതി. ഹരിഹരൻ മനസ്സിനു ചുറ്റും കെട്ടിനിർത്തിയിരുന്ന കടലാസ് വേലികളെല്ലാം സ്നേഹാധിക്യത്തിൽ നിന്ന് പെട്ടെന്നുത്ഭവിച്ച കൊടുങ്കാറ്റിൽ കീറിപ്പറന്നു. ആർദ്രഹൃദയനായി അയാൾ മന്ത്രിച്ചു, ശബ്ദമില്ലാതെ. എൻ്റെ പെണ്ണെ, നിനക്ക് ഞാനുണ്ട്. നീ തനിച്ചല്ല. നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ അപമാനവും വേദനകളും സഹിച്ചത്. നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി. അതൊന്നും വെറുതെയാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ പിന്തിരിഞ്ഞോടുന്ന ഭീരുവല്ല ഞാൻ. ഞാൻ അനുഭവിച്ചതിനെല്ലാം ഒരർത്ഥമുണ്ടാകണമെങ്കിൽ അതിന് തെളിവായി നീ എൻ്റെ അരികിൽ എന്നും ഉണ്ടാവണം. ഞാൻ നിന്നെ മുൻപത്തേക്കാൾ അധികമായി സ്നേഹിക്കുന്നു. മണലാരണ്യത്തിൽ വീണ് വരണ്ടുപോയ ഒരു കണ്ണുനീർത്തുള്ളിയാവില്ല. ശത്രുവിൻ്റെ ആയുധസന്നാഹങ്ങൾക്കിടയിൽ പിടയുന്ന ജീവനും മോഹങ്ങളുമുള്ള ഒരു കണ്ണുനീർത്തുള്ളിയുടെ ഓർമ്മയാണ് നീ എനിക്ക്. ആരുടെയാണ് കത്ത്? കൃഷ്ണനുണ്ണിയുടെ പെട്ടെന്നുള്ള ചോദ്യം ഹരിഹരനെ ഞെട്ടിച്ചു. നന്ദിനിയുടെ. അയാൾ അഭിമാനത്തോടെ പറഞ്ഞു. കൃഷ്ണനുണ്ണി അയാളെ തുറച്ചു നോക്കി. നന്ദിനിയുടെ. അതെ. അപ്പോൾ താനവളെ മറന്നില്ലേ? ഇല്ല. ഇനിയും കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കാനാണ് ഉദ്ദേശം. എന്തു കുഴപ്പം? എനിക്ക് തുല്യം സമ്പത്തില്ലാത്ത പെരുമയില്ലാത്ത ഒരു പെണ്ണിനെ സ്നേഹിച്ചതാണോ കുഴപ്പം?
ഹരിഹരൻ പൊട്ടിത്തെറിച്ചു. കൂൾ ഡൗൺ ഹരി. സ്നേഹിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഹരിയുടെ ജീവിതം കലങ്ങും. ഒരിക്കലും തെളിയാത്തതുപോലെ കലങ്ങും. അന്ന് ഇതൊന്നും വേണ്ടായിരുന്നുവെന്ന് തോന്നും. ഉപദേശിക്കാനാണോ? എനിക്ക് കേൾക്കണ്ട. ഞാൻ ഉപദേശിക്കുന്നില്ല. ഹരി അനുഭവിച്ച് മനസ്സിലാക്കുക. കൃഷ്ണനുണ്ണി കടന്നുപോയി. ഹരിഹരൻ്റെ ഉള്ളിൽ അസ്വസ്ഥത പടർന്നു. അയാൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വലിയ കുഴപ്പങ്ങൾ കാത്തിരിക്കുന്നു. അതിലൂടെ കടന്നു പോകേണ്ടി വരും. തനിച്ചല്ലല്ലോ. നന്ദിനിയുടെ കൈപിടിച്ചല്ലേ നീങ്ങുക. നന്ദിനി കൂടെയുണ്ടെങ്കിലത്തെ വീറും കരുത്തും പറയാനില്ലല്ലോ. അനുഭവമല്ലേ ജീവിതം. അവൾ തനിക്ക് തുണയായി എന്നും എന്നും നിലനിൽക്കുമെന്ന് ഉറപ്പുണ്ട്. അവളെ ഇടവഴിയിൽ ഉപേക്ഷിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും തനിക്ക് മനസ്സമാധാനം കിട്ടുമോ? ക്രൂരമായ ആ ഓർമ്മ തന്നെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. മരുഭൂമിയിൽ വീണുപറ്റിയ ഒരു തുള്ളി കണ്ണീർ. ഞാൻ മുന്നോട്ടാണ്, ഹരിഹരൻ തന്നെത്താൻ പറഞ്ഞു. പിന്നോട്ടേക്ക് ഒരിഞ്ച് പോലുമില്ല. ഞാൻ നന്ദിനിയുടെ കൈപിടിച്ച് ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ പരിഹസിച്ച് കൂവിയാർക്കുകയും കല്ലെറിഞ്ഞു വീഴ്ത്തുകയും ചെയ്യുമെങ്കിൽ അതുതന്നെ സംഭവിക്കട്ടെ. ഹരിഹരൻ അന്ന് തന്നെ ലേഖയ്ക്ക് കത്തെഴുതി. എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോൾ നന്ദിനിയെ ഏൽപ്പിക്കാൻ ഒരു കൊച്ചു കവറിലിട്ടൊരു കുറിമാനവും. ലേഖ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരുന്നു. കൊച്ചുമോനാണ് എഴുതി അറിയിച്ചത്. വാസവനോട് ഒടുങ്ങാത്ത പകയും വെറുപ്പും അവളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. വാസവനാണ് എല്ലാം ചെയ്യിച്ചതെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ടായിരുന്നില്ല. ചേച്ചിയെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ലെന്ന് തനിക്ക് വാക്ക് തന്ന നീചൻ, അതിന് തൻ്റെ കന്യകാത്വം പണയം വാങ്ങിയ ദുഷ്ടൻ. അയാൾക്കിനിയും പറയാം, ചേച്ചിയെ അയാൾ ഉപദ്രവിച്ചില്ലല്ലോ. ചേച്ചിയെ കാണാൻ വന്ന ഒരു കുഴപ്പക്കാരനെ തല്ലി ഒതുക്കുക മാത്രം ചെയ്തു. ഈ അമർഷവും മനസ്സിലിട്ട് കഴിയുമ്പോഴാണ് ലേഖയ്ക്ക് ഹരിഹരൻ്റെ കത്ത് കിട്ടിയത്. അവൾ കവർ പൊളിച്ചു നോക്കി. ലേഖയ്ക്ക് എന്നെ ഓർമ്മയുണ്ടാകുമല്ലോ. ഞാൻ ഹരിഹരൻ. മരിച്ചിട്ടില്ല എന്നു മാത്രമല്ല, സുഖമായിരിക്കുകയും ചെയ്യുന്നു. ഏറെക്കുറെ വീട്ടുതടങ്കലിലുമാണ്. നീ ഉടനെ വീട്ടിൽ പോകുന്നുണ്ടോ? നന്ദിനിക്ക് എന്നെക്കുറിച്ച് നല്ല വാർത്തയെ കൊടുക്കാവൂ. അവൾ മനസ്സ് കലങ്ങി കഴിയുകയാണ്. പാവത്തിനൊരാശ്വാസമാകട്ടെ. ലേഖയ്ക്ക് സുഖമല്ലേ? ഇനി ഒരു ചെറിയ കവർ. എൻ്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന അതിനുമേൽ എഴുതിയിട്ടുണ്ട്. ലേഖയുടെ ഉള്ളം തുടിച്ചു. ഒരു നിമിഷത്തേക്ക് ചേച്ചിയോട് അസൂയയും തോന്നി. ത്യാഗസമ്പന്നനായ ആ ചെറുപ്പക്കാരൻ്റെ കറയില്ലാത്ത സ്നേഹം കിട്ടാൻ മാത്രം ചേച്ചി ഭാഗ്യവതിയാണല്ലോ. ആ കവറിനുള്ളിൽ എന്താവാം എഴുതിയിരിക്കുന്നത്? അതിനുള്ളിൽ ഒന്നുമില്ലെങ്കിലെന്ത്? ആ ഒരൊറ്റ വാചകം പോരെ, എൻ്റെ നന്ദിനിക്കുട്ടിക്ക്. അതിൽ എല്ലാമില്ലേ? സ്നേഹവും കാരുണ്യവും അനന്തമായ പ്രേമവും വാഗ്ദാനവുമെല്ലാം. അടുത്ത തവണ ലേഖയെ കൂട്ടിക്കൊണ്ടുപോകാൻ വാസവനെത്തിയപ്പോൾ ഒരു മടിയും പറയാതെ ലേഖ വാസവനോടൊപ്പം പോയി. നഗരത്തിലെത്തിയ ശേഷം വാസവൻ ഹോട്ടലിൽ മുറിയെടുക്കാൻ തുനിഞ്ഞു. എന്തിനാ? ലേഖ ചോദിച്ചു. അതല്ലേ പതിവ്. ഇനി മുതൽ ആ പതിവില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള കരാർ. കരാറൊക്കെ ആരാ ലംഘിച്ചത്? ഞാനാണോ? ഞാൻ നിനക്ക് തന്ന വാക്ക് മാറിയിട്ടില്ല. ഹരിഹരൻ സാറിനെ കൊല്ലിക്കാൻ ശ്രമിച്ചതോ? അതും കരാറും തമ്മിൽ എന്താ ബന്ധം? ചേച്ചിയെ സഹായിക്കാൻ വന്നയാളാണ് ഹരിഹരൻ സാർ. അദ്ദേഹത്തോട് ചെയ്യുന്നതും ചേച്ചിയോട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ല. കണ്ടവൻ്റെയൊക്കെ പുറകെ നിന്റെ ചേച്ചിയെ വ്യഭിചരിക്കാൻ വിടാമിടി. ചെലവിന് കൊടുക്കുന്നത് ഞാനും. ചേച്ചിക്ക് ഇനി വാസവേട്ടൻ ചെലവിന് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അതിനുള്ള വരുമാനം എവിടുന്ന് കിട്ടുന്നടി നിനക്ക്? ഞാനൊരുത്തൻ സമ്പാദിച്ചു തന്ന പണം കൊണ്ടല്ലേ? നിങ്ങൾ എനിക്ക് ഒന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. എനിക്കുള്ളതെല്ലാം നശിപ്പിച്ചതേ ഉള്ളൂ. എൻ്റെ മാനം പണയം വെച്ചാണ് ഞാൻ ഈ പണി സമ്പാദിച്ചത്. ചേച്ചിക്കും കൊച്ചുമോനും നിങ്ങളിനി ചെലവിന് കൊടുക്കണ്ട. ആ പേരും പറഞ്ഞ് അവരെ ഉപദ്രവിക്കാനും പാടില്ല. ഉത്തരവാണോടി പട്ടിച്ചി? അതെ. ഇനിയും എൻ്റെ ചെലവിൽ തന്നെ അവളുമാര് കഴിയുമടി. ഞാൻ കാണിച്ചു തരാം. അയാൾ ഹോട്ടലിൽ മുറിയെടുക്കാൻ തന്നെയായിരുന്നു തീരുമാനം. ലേഖ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. എന്നാൽ ഹോട്ടൽ മുറിയിൽ വെച്ച് വാസവൻ ബലാത്കാരത്തിനൊരുങ്ങിയപ്പോൾ അവൾ തടഞ്ഞു. ഞാൻ സമ്മതിക്കില്ല. ഒന്നുകിൽ നിങ്ങളെന്നെ കൊല്ലണം. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താനാണെങ്കിൽ നാളെ വാസവേട്ടൻ്റെ ശവമേ ഈ മുറിയിലുണ്ടാകൂ. വാസവൻ അവളെ തുറച്ചു നോക്കി നിന്ന് കിതച്ചു. എന്താടി നിനക്കൊരു പുതുക്കം? ഇതാദ്യമൊന്നുമല്ലല്ലോ നീ എൻ്റെ കൂടെ കിടക്കുന്നത്. എത്രയെത്ര തവണ നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടടി. എന്നിട്ട് നിനക്കിന്നൊരു പുഞ്ഞം. ഞാൻ പറഞ്ഞല്ലോ, ബലപ്രയോഗത്തിനാണെങ്കിൽ നമ്മളിൽ ഒരാൾ മാത്രമേ നാളെ ജീവനോടെ ഈ മുറിയിൽ നിന്നും പുറത്തു പോകൂ. ശാന്തമായിട്ടാണ് ലേഖ അത് പറഞ്ഞത്. എങ്കിലും ആ ശാന്തത ഭയാനകമായിരുന്നു. അവൾ കളി പറയുകയല്ലെന്ന് വാസവനും മനസ്സിലായി. അവളെ കൊല്ലാനുള്ള കലി അയാൾക്കുണ്ടായി. കൊല്ലാൻ കഴിയും. അതിനുശേഷമോ? വാസവൻ രാത്രിയിലുടനീളം അവളെ തെറി പറഞ്ഞുകൊണ്ട് കിടന്നു. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി.
വീട്ടിലെത്തിയ ശേഷം വാസവൻ ഒന്നും മിണ്ടാതെ റോഡിലേക്ക് ഇറങ്ങിപ്പോയി. ലേഖയെ കണ്ടപ്പോൾ തന്നെ നന്ദിനിക്ക് പകുതി ആശ്വാസമായി. അവൾ അരികത്തുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്ന തോന്നലാണ്. കൊച്ചുമോനും ചെറിയമ്മയും ലേഖയുടെ അടുത്തു നിന്നും മാറാതെ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരുന്നു. നന്ദിനി ലേഖയെ പ്രത്യേകം നോക്കി. അവൾ ഒരു സ്ത്രീയായെന്ന് തോന്നി. പൊക്കം വയ്ക്കുകയും തടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇരുത്തം വന്ന വലിയൊരു ഗൗരവക്കാരിയായതുപോലെ. ആജ്ഞാശക്തിയാണ് അവളുടെ വാക്കിനും നോക്കിനും. അവളെ ആർക്കും അത്ര വേഗം പ്രീണിപ്പിക്കാനോ കബളിപ്പിക്കാനോ കഴിയില്ല. അവളുടെ ചലനങ്ങളിൽ പോലും നിതാന്ത ജാഗ്രത കുടികൊള്ളുന്നുണ്ടെന്ന് തോന്നി. സന്ധ്യയായപ്പോൾ വാസവൻ കള്ളുകുടിച്ച് കയറി വന്നു. എന്നിട്ട് ചെറിയമ്മയുടെയും ലേഖയുടെയും നന്ദിനിയുടെയും കൊച്ചുമോൻ്റെയും നേർക്ക് തെറിയുടെ മാലപ്പടക്കം പൊട്ടിക്കാൻ ആരംഭിച്ചു. അത് ഏറിയും കുറഞ്ഞും പാതിരാത്രി വരെ നീണ്ടുനിന്നു. വാസവൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ലേഖ ആ കൊച്ചു കവർ നന്ദിനിയെ ഏൽപ്പിച്ചത്. ഹരിഹരൻ സാർ അയച്ചു തന്നതാ. നന്ദിനിക്ക് ശ്വാസം വിലങ്ങിയതുപോലെയായി. കൈകൾ വിറകൊണ്ടു. മെഴുകുതിരി കൊളുത്തിവെച്ച് അവൾ ആ കവർ നോക്കി. എൻ്റെ നന്ദിനിക്കുട്ടിക്ക്. ഹൃദയം കുതിച്ചു ചാടി. കണ്ണുകൾ പെട്ടെന്ന് നനഞ്ഞു. ഈശ്വര! അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ധ്യാനലീനയായി അവൾ അല്പനേരം ഇരുന്നു. കത്തുപൊട്ടിക്കാൻ അവൾക്ക് പേടി തോന്നി. എന്താണ് അതിനുള്ളിൽ? നിറയെ സ്നേഹമല്ലേ? തന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും അതിലുണ്ടെങ്കിൽ ഈ നിർവൃതി മാഞ്ഞു പോവുകയില്ലേ? വേണ്ട, എനിക്കറിയാം. ഇതിനുള്ളിൽ നിധിയാണ്. വിലമതിക്കാനാവാത്ത നിധി. രത്നങ്ങളും മുത്തുകളും. അവളത് തുറക്കാതെ ഒട്ടുനേരമിരുന്നു. ഒടുവിൽ തുറന്നു നോക്കി. മനോഹരമായ കൈപ്പടയിൽ ഏതാനും വാക്യങ്ങൾ. അവ സ്പന്ദിക്കുന്നുണ്ടെന്ന്, കടലാസിൽ നിന്ന് വേറിട്ട് തന്നെ സമീപിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അതിന് ജീവനില്ലേ? ശബ്ദമില്ലേ? ഞാൻ സുഖമായിരിക്കുന്നു നന്ദിനിക്കുട്ടി. ജോലിക്ക് പോകുന്നില്ല. അവധി. വീട്ടുതടങ്കലിലാണെന്ന് വേണം പറയാൻ. ഞാൻ പിഴച്ചു പോയെന്നല്ലേ അവർ ധരിച്ചിരിക്കുന്നത്. അവർ കേട്ട കഥകൾ അത്തരത്തിലുള്ളതായിരുന്നല്ലോ. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട. നമുക്ക് സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ഓർമ്മ എന്തൊരു ബലമാണ്, എന്തൊരു ധൈര്യമാണ്, എന്തൊരു അഭിമാനമാണ്. എൻ്റെ ഒരുപാട് നിറങ്ങളുള്ള ജീവനും സ്വപ്നങ്ങളുമുള്ള ഒരിക്കലും പറ്റാത്ത കണ്ണുനീർത്തുള്ളി. നിന്നെ എനിക്ക് വേണം. നീ എന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. എതിർപ്പുകൾ എനിക്ക് ശക്തിയും ചങ്കൂറ്റവുമായി തീരുന്നു. തടസ്സങ്ങൾ എൻ്റെ കുതിപ്പിനാക്കം കൂട്ടുന്നു. മുന്നോട്ട് വരികയാണ് ഞാൻ നിന്റെ അടുത്തേക്ക്. നമ്മുടെ മാത്രമായ ഒറ്റയടി പാതയിലേക്ക്. ഒരൊറ്റ ആശങ്കയേയുള്ളൂ. ഏത് സന്ധിയിലാണ് നാം ഒത്തുകൂടുക? ഏതു വഴിത്തിരിവിൽ? എന്നെ ഓർത്ത് വിഷമിക്കണ്ട. കാക്കുക. കണ്ണുനീർ വീണ ആ കടലാസ് നനഞ്ഞു. അതിലെ അക്ഷരങ്ങൾ പടർന്നു. നനഞ്ഞ കടലാസ് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ കിടന്നു. മെഴുകുതിരി ഊതിക്കെടുത്തി കൂരിരുട്ടിൽ അവൾ ശബ്ദമില്ലാതെ ചിരിക്കുകയും ചെയ്തു. ഒരു തവണ അവൾ ആ കുറിപ്പെടുത്ത് മുഖത്തിന് അഭിമുഖമായി വിടർത്തിപ്പിടിച്ചു. ഒന്നും കാണാനില്ല. എങ്കിലും കാണാമെന്ന് അവൾക്ക് തോന്നി. എല്ലാ വാക്യങ്ങളും എല്ലാ അക്ഷരങ്ങളും അഗ്നിയിൽ എഴുതപ്പെട്ടതുപോലെ. കാണുന്നില്ലെങ്കിലും അവൾ വായിച്ചു. വീണ്ടും മടക്കി വെച്ചു. എൻ്റെ അരികിലേക്ക്. ഈ ശപിക്കപ്പെട്ടവളുടെ, നിർഭാഗ്യവതിയുടെ. വേണ്ട എന്ന് പറയാൻ അവൾ ആവേശം കൊണ്ടു. വിലക്കാനായി ഇരുട്ടിലേക്ക് കൈ ഉയർത്തി. പക്ഷേ അടങ്ങാത്ത ആഗ്രഹം. കാണാൻ, മിണ്ടാൻ, ആ ഒരൊറ്റ നിമിഷം വീണ്ടും അനുഭവിക്കാൻ എനിക്ക് വേറെ ആരാണുള്ളത്? വരട്ടെ, ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ഒറ്റയടി പാതയ്ക്കരികിൽ ഏതു വഴിത്തിരിവിലാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് കാത്ത്, ആ കാലൊച്ചയ്ക്ക് വേണ്ടി കാതോർത്ത്, അപാരമായ ഇരുട്ടിൽ നിന്ന് പുറപ്പെട്ട് ചക്രവാളത്തിലേക്ക് നീണ്ടുപോകുന്ന ഒറ്റയടി പാത കാണാമെന്ന് അവൾക്ക് തോന്നി. ഇടംവലം നോക്കിക്കൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു വരുന്നു. ഉത്കണ്ഠാഭരിതമാണ് ആ മുഖം. ഇവിടെയാണ് ഞാൻ, ഇവിടെ. അവൾ ഇരുട്ടിലേക്ക് കൈനീട്ടി ശബ്ദമില്ലാതെ വിളിച്ചു. അടുത്ത ഭാഗം നാളെ.